രണ്ട് ശബ്ദങ്ങളാണ് ഈ ആഴ്ചയിൽ നാം ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ദൈവസഭയിൽ നിന്ന് അഥവാ ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നതായ രണ്ട് ശബ്ദങ്ങൾ, ഒന്ന് ആരാധനയും മറ്റൊന്ന് മധ്യസ്ഥതയും. ഇന്നലെ ആരാധനയെക്കുറിച്ച് അല്പമായി പറഞ്ഞു തുടങ്ങുവാൻ കർത്താവ് കൃപ ചെയ്തു. ദാഹമുള്ള ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ ദൂതിൻ്റെ ആഴം ഇന്ന് രാത്രിയിലും വർദ്ധിക്കുമല്ലോ. അതുകൊണ്ട് ഇന്നലെ പ്രിപ്പയർ ചെയ്തത് പലതും എനിക്ക് പറവാൻ കഴിഞ്ഞില്ല. യേശു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ വിളമ്പുന്നവർക്ക് 12 കൊട്ട നിറച്ചെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഉടമസ്ഥനായ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. നമ്മെയും നമുക്കുള്ള സകലതും കർത്താവിൻ്റെ കരത്തിൽ കൊടുത്ത് ഒന്ന് സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ആരാധനയെക്കുറിച്ചാണ് ഒന്നാമതായി എനിക്ക് നിങ്ങളോട് പറവാനുള്ളത്. നാളെ യൂദയുടെ ലേഖനം അവസാനത്തെ ദൂതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ തിരിക്കുകയാണ്. ദൈവസഭയിലെ ഏറ്റവും നല്ലൊരു ആശീർവാദം. മറ്റന്നാൾ മുതൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മധ്യസ്ഥതയെക്കുറിച്ച് നാം കേൾക്കുവാൻ വേണ്ടി പോകുകയാണ്. അതുകൊണ്ട് ഇന്ന് ആരാധനയെക്കുറിച്ച് ഈ ആഴ്ചകളിൽ കേൾക്കുന്ന അതെ രണ്ടാം ദൂതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. ഇന്നലെ അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന തലക്കെട്ടിൽ നിങ്ങൾ കാണുന്നെങ്കിൽ അത് ആരാധനയെക്കുറിച്ചുള്ള ഒന്നാം ദൂത്. ഇന്ന് രാത്രി ഈ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്. ഞാനത് പറഞ്ഞ് ആരംഭിക്കട്ടെ. സ്തുതിയും സ്തോത്രവും ആരാധനയും. സ്തുതി, സ്തോത്രം, ആരാധന. സ്തുതി, സ്തോത്രം, ആരാധന. ഇംഗ്ലീഷിൽ പ്രൈസ്, വർഷിപ്പ് ആൻഡ് താങ്ക്സ് ഗീവിങ്. പ്രൈസ്, വർഷിപ്പ്, താങ്ക്സ് ഗീവിങ്. എഫേസ്യ ലേഖനം 5:18 മുതൽ 20 വരെ വായിച്ചു നോക്കാം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. എഫീഷ്യൻ ചാപ്റ്റർ 5:18-20. എഫേസ്യർ 5:18 മുതൽ 20 വരെ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർതണുപ്പ് ഉണ്ടാകുമല്ലോ. പിന്നെ എങ്ങനെയാ? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവൻ. 20-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവൻ. സ്വവേദ ഭാഗത്തിൽ 20-ാം വാക്യത്തിൽ താങ്ക്സ് എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. 18-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ ഇതാ എന്താണ് 19-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ സാംസ്, ഹിംസ്, സ്പിരിച്വൽ സോങ്, സിംഗിങ്, മേക്കിംഗ് മെലഡി. ആ വാക്കുകൾ ഒരിക്കൽ കൂടെ ഇംഗ്ലീഷിൽ ഞാൻ പറയട്ടെ. സ്തോത്രം. അതെ, സാംസ്, ഹിംസ്, സ്പിരിച്വൽ സോങ്, സിംഗിങ്, മെലഡി എന്ന് 5 പദങ്ങൾ കാണുവാൻ തക്കോണം കഴിയും. ആക്ച്വലി ആ വാക്കിൽ നിന്ന് മാത്രം, ആ വചനത്തിൽ നിന്ന് മാത്രം നമുക്ക് പഠിപ്പാൻ കഴിയുന്നതായ 5 വിധത്തിലുള്ളതായ പാട്ടുകളുണ്ട്. 5 വിധത്തിലുള്ള സ്വർഗീയ ആരാധന ഗീതങ്ങളുണ്ട്. ഈ 5 വിധത്തിലുള്ള പാട്ട് ആരിൽ നിന്നാണ് പഠിക്കുന്നത്? ഒരു ഭാഗവതർ അല്ലേ, ഒരു സംഗീതജ്ഞനിൽ നിന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ സംഗീതജ്ഞൻ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൽ നിന്നൊരുങ്ങുമ്പോൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാടി കീർത്തനം ചെയ്ത് 5 തരത്തിലുള്ള ഗാനങ്ങൾ പാടുന്നതായി ദൈവവചനം പറയുന്നു. അതിൻ്റെ മറ്റൊരു ആംഗിളിൽ നിന്നാണ് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്. സ്തുതിയും സ്തോത്രവും ആരാധനയും. പ്രൈസ്, താങ്ക്സ് ഗീവിങ്, പ്രൈസ്, വർഷിപ്പ്, താങ്ക്സ് ഗീവിങ്. അതായത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. താങ്ക്സ് ഗീവിങ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. സഹോദരങ്ങളെ,
നമ്മൾ പ്രാകാരത്തിൽ പ്രവേശിക്കുമ്പോൾ, വിശുദ്ധ സ്ഥലത്ത് കാണുമ്പോൾ, അതിപരിശുദ്ധ സ്ഥലത്ത് സംഭവിക്കുന്നത്. സോ 3 തലങ്ങൾ ഞാൻ പറഞ്ഞു. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ആ സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുന്ന ഒരാളിന് മാത്രമേ അങ്ങ് എത്താൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരാണ് മഹാപുരോഹിതൻ. മഹാപുരോഹിതൻ പറഞ്ഞാട്ടെ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? മഹാപുരോഹിതൻ. അഹരോൻ ഒരു മഹാപുരോഹിതനായിരുന്നു. ഓഫ്കോഴ്സ് മോശ അതിൻ്റെ അങ്ങേയറ്റം വരെ എത്തിയവൻ മാത്രമല്ല, മോശയാണ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. അപ്പോൾ സമാഗമന കൂടാരത്തിൽ 7 ഫർണിച്ചറുകളുണ്ട്, 7 കാര്യങ്ങളുണ്ട്. ആ 7 വെളിപ്പെടുത്തുന്ന 7 കാര്യാദിയുണ്ട്. അതല്ല എൻ്റെ ദൂത്. എന്നാൽ അതിൻ്റെ വഴി എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ വഴിയാണ്. സ്തുതിയും സ്തോത്രവും ആരാധനയും എന്ന് പറയുന്ന എന്തോ വഴിയാണ്, പെരുവഴിയല്ല, ദൈവ മഹത്വത്തിൻ്റെ വഴിയിലാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വഴിയാണ് ആരാധിപ്പാൻ ഉള്ളതായ വഴി. ആരാധനയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ഇറങ്ങുമ്പോൾ, കർത്താവിനെ ആരാധിപ്പാനായി ഒരു കുടുംബം വേർതിരിയുമ്പോൾ, അവർ പെരുവഴിയിലല്ല വീഴുന്നത്, പകരം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വഴിയിലാണ് അവർ മുന്നേറുന്നത്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. എന്നാൽ ആ പ്രാകാരത്തിൽ എങ്ങനെയാ പ്രവേശിക്കുന്നത്? സങ്കീർത്തനം 100:4 പറയുന്നു, വിത്ത് താങ്ക്സ് ഗിവിങ്. അതാണ് പാസ്വേഡ്, വിത്ത് താങ്ക്സ് ഗിവിങ്. സ്തോത്രം. നിങ്ങൾക്ക് ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ അതിനൊരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് ഇട്ടാണ് ആ ഇമെയിൽ നിങ്ങൾ തുറക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവേശിക്കുന്നത്. 100-ാം സങ്കീർത്തനം 4-ാം വാക്യം, അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. Enter into his gates with thanksgiving. അപ്പോൾ സ്തോത്രത്തോടെയാണ് അവൻ്റെ സന്നിധിയിൽ വരേണ്ടത്. സ്തോത്രത്തോടെയാണ് നമ്മൾ അവൻ്റെ സന്നിധിയിൽ പ്രവേശിക്കേണ്ടത്. അപ്പോൾ ഒന്നാമതായി വെളിപ്പെടേണ്ടതായ അത് കാര്യാദിയാണ് സ്തുതിയും സ്തോത്രവും എന്ന് പറയുന്നത്. അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടെ വരുവൻ, അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടെ വരുവൻ. സോ സ്തുതിയോടുകൂടെ വരുവൻ. ഹല്ലേലൂയ. ആം ഐ റൈറ്റ്? സ്തുതിയോടുകൂടെ വരുവൻ. സ്തുതി എന്ന് പറയുന്ന പ്രൈസ് ആണോ? അപ്പോൾ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത് മലയാള ബൈബിൾ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്? സ്തോത്രമാണ്. ആം ഐ റൈറ്റ്? താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത് സ്തോത്രമാണ്. രണ്ടാമത് നമ്മൾ കേൾക്കുന്നത് സ്തുതിയാണ്. ആക്ച്വലി സാക്രിഫൈസ് ഓഫ് പ്രൈസ്, അത് ഞാൻ രണ്ടാമത് പറയും. അപ്പോൾ സ്തുതി എന്ന് പറയാൻ ഓർപ്പിക്കുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ let us enter his gates with thanksgiving. സ്തോത്രത്തോടെയാണ് അവൻ്റെ സന്നിധിയിൽ പ്രവേശിക്കേണ്ടത്. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ്? സ്തോത്രത്തോടെയാണ് പ്രവേശിക്കുന്നത്. മൗനമായിട്ടിരുന്ന് ആർക്കും ദൈവസന്നിധിയിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. സ്തോത്രത്തോടെയാണ് പ്രവേശിക്കേണ്ടത്. പക്ഷേ കേൾക്കുക, ഈ സ്തോത്രം ഉളവാകുന്നത് അധരത്തിൽ നിന്നല്ല, പകരം ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് സ്തോത്രം പറയുന്നത്? അഥവാ എന്തുകൊണ്ടാണ് താങ്ക്സ് ഗിവിംഗ് പറയുന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഇന്നലകളിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങൾക്കായി ദൈവത്തിന് താങ്ക്സ് ഗിവിംഗ്, സ്തോത്രം പറയുകയാണ്. ജീവിതത്തിൽ ഇന്നലകളിൽ ചെയ്തതായ വൻ കാര്യങ്ങൾ. ലക്ഷക്കണക്കിന് ആൾക്കാർ പട്ടുപോയി, ദശലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കോവിഡ് വന്നു, രോഗക്കിടക്കൽ വീണു. നമുക്കൊക്കെ ചിലപ്പോൾ വന്നു പോയിരിക്കാം. പക്ഷേ സ്തോത്രം, ഒരു പ്രാവശ്യം പോലും ആഴത്തിൽ നമ്മൾ ചുമപ്പാൻ പോലും ഇടവയ്ക്കാതെ ലോകം മുഴുവൻ രോഗാണുക്കളെ കൊണ്ട് നിറഞ്ഞപ്പോഴും കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകൻ്റെ തണ്ടിൽ മറച്ചതുപോലെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നമ്മെ സംരക്ഷിച്ച് പരിപാലിച്ചതിന്, ഇന്നലകളിൽ ദൈവം നടത്തിയതിന്, ദൈവം നിർത്തിയതിന് നന്ദി പറയുന്നു. അപ്പം ഇന്നലകളിൽ ദൈവം ചെയ്തതായ അത്ഭുതങ്ങൾക്ക്, ദൈവിക കരുതലുകൾക്ക്, ദൈവം പകർന്നതായ, ദൈവം ഒരുക്കിയതായ എല്ലാവിധമായ നന്മകൾക്ക് നന്ദിയില്ലാത്ത ഹൃദയം നമുക്ക് വേണ്ട, നന്ദിയുള്ള ഹൃദയമാണ് നമുക്ക് വേണ്ടിയത്. ഞാൻ നിങ്ങളെ വളരെ ശക്തമായി പറയട്ടെ, പലർക്കും നന്ദിയില്ല സഹോദരങ്ങളെ. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് സ്തോത്രം നന്ദി ഉണ്ടായിരിക്കണം. ഒന്ന്, ദൈവത്തോട് നന്ദി വേണം. ദൈവത്തോട് നന്ദി വേണം. അടുത്തിരിക്കുന്ന എല്ലാവരും നോക്കി പറഞ്ഞേ, ആരോട് നന്ദി വേണം? ദൈവത്തോട് നന്ദി വേണം. അപ്പനോടും അമ്മയോട് മാത്രമല്ല നന്ദി പറയേണ്ടത്, ദൈവത്തോട് നന്ദി പറയണം. ദൈവത്തോട് നന്ദി പറയുന്നെങ്കിൽ മാതാവിനോടും പിതാവിനോട് നന്ദി പറയും, കടപ്പെട്ടവരോട് നന്ദി പറയും, അധ്യാപകരോട് നന്ദി പറയും, ഫീസ് മേടിക്കാതെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് നന്ദി പറയും, ദൈവസഭയോട് നന്ദി പറയും. ഞങ്ങളോടൊക്കെ നന്ദി പറയാതെ നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ വളരെ ദുഃഖം തോന്നും. എന്തുകൊണ്ടെന്നറിയോ? ഞങ്ങളുടെ കാലേ വീഴാത്തത് കൊണ്ടല്ല. ഞങ്ങളെ കാലേ വീഴുന്നാലും കാല് വാരിയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ സ്തോത്രം, ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ആരോട് നന്ദിയില്ല?
ദൈവത്തോട് നന്ദിയില്ല. ദൈവത്തോട് നന്ദിയുള്ളതായ ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ആരോട് നന്ദി ഉണ്ടായിരിക്കും? കാണാത്ത മണ്ഡലത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ കാണുന്ന മണ്ഡലത്തിലുള്ളതായ മനുഷ്യരെയും സ്നേഹിക്കാൻ തക്കണം കഴിയത്തുള്ളൂ. വാക്യം ഞാൻ പറയാം. 103 സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നാട്ടെ. അവിടെ വേദപുസ്തകം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഈ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. 103 സങ്കീർത്തന 2 വാക്യം പറയുന്നു, ദൈവം ചെയ്തതായ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. സ്തോത്രം. ഒന്നും മറക്കല്ല, വന്ന വഴി മറക്കല്ല കേട്ടോ. ദൈവം പരിപാലിച്ച വിധങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. പകർന്ന ബുദ്ധിക്കായി, തന്ന ആരോഗ്യത്തിനായി, പഠനങ്ങൾക്കായി, ഡിഗ്രിക്കായി, നമുക്കാൾ പഠിച്ചവരുണ്ട്. പക്ഷേ ഡിഗ്രിക്കായി, ലഭിച്ച ജോലിക്കായി, ലഭിക്കുന്ന ശമ്പളത്തിനായി, 3 നേരം കിട്ടുന്ന ആഹാരത്തിനായി, ഇടയ്ക്ക് ലഭിക്കുന്നതായ സ്നാക്സിനായി, സ്തോത്രം എക്സെട്രാ, കുടിക്കുന്നതായ വെള്ളത്തിനായി ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒത്തിരി നന്ദി പറയണം, ഒത്തിരി നന്ദി പറയണം. പലർക്കും പൈസയുണ്ട്, പക്ഷേ ആഹാരമില്ല. ഞാൻ ഓർക്കുന്നു, കോട്ടയത്ത് പോപ്പ് വന്ന മൈതാനം എന്ന് പറയുന്ന ഒരു മൈതാനമുണ്ട്. എൻ്റെ ആക്ച്വൽ പേര് എനിക്കറിയത്തില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഡെലിവറൻസ് ചർച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ നടത്തിയ ഒരു ഗംഭീര യോഗം ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാന ദിവസം മീറ്റിംഗ് അങ്ങ് നീണ്ടുപോയി. ആൾമോസ്റ്റ് ഒരു 10:30 മണി വരെയും ആ യോഗം അങ്ങ് നീണ്ടു. ഏകദേശം ഒരു 10:45 ആ ഗ്രൗണ്ടിൽ നിന്ന് എനിക്ക് പുറത്ത് ഇറങ്ങാൻ കഴിഞ്ഞത്. വിത്ത് ഫാസ്റ്റിംഗ് ശുശ്രൂഷിക്കുകയാണ്. രാത്രി മാത്രം അല്പം എന്തെങ്കിലും കഴിക്കും. എനിക്കന്നൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ തിരിച്ചു. കോട്ടയത്ത് ആൾക്കാർ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ കട നിങ്ങൾക്കറിയാം. പറഞ്ഞാട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കടയുടെ പേര് താജല്ല, അശോകയല്ല, പിന്നെ എന്താണ്, സ്തോത്രം. അതിൻ്റെ പേരാണ് തട്ടുകട. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതെ കടയുടെ പേരാണ് തട്ടുകട. സ്തോത്രം. അങ്ങനെ കോട്ടയത്ത് ആൾക്കാർ ഒത്തിരി യോഗം കഴിഞ്ഞൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട്, എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, കോട്ടയത്ത് വേണ്ട, ചങ്ങനാശ്ശേരിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, കയ്യിൽ പൈസയുണ്ട്. ചങ്ങനാശ്ശേരി വന്നു, കടകളെല്ലാം അടച്ചു. ഞാൻ പറഞ്ഞു, തിരുവല്ല കാണും. ഇല്ല. സ്തോത്രം. ചെങ്ങന്നൂരായി, പിന്നെ അത് കഴിഞ്ഞിട്ട് പന്തളമായി, പിന്നെ അത് കഴിഞ്ഞിട്ട് അടൂരായി, കൊട്ടാരക്കര വന്നു, ഒരൊറ്റ കടയില്ല. അപ്പോഴേക്കും അർദ്ധരാത്രി കഴിഞ്ഞു. പിന്നെ അവസാനം ഏകദേശം വെമ്പായത്ത് വന്നപ്പോൾ, വട്ടപ്പാറയ്ക്കടുത്തുള്ളതായ വെമ്പായത്ത് വന്നപ്പോഴാണ് 3 ദോശയും 1 ചായയും സ്തോത്രം കൃപയാൽ ലഭിച്ചത്. കയ്യിൽ പൈസ കൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, കർത്താവേ, എത്രയോ പേർക്ക് കോടിക്കണക്കിന് രൂപയുണ്ട്, പക്ഷെ ഉപ്പ് പറ്റത്തില്ല, BP ആണ്, പഞ്ചസാര പറ്റത്തില്ല, ഷുഗറാണ്. നമ്മേക്കാൾ എന്തൊക്കെയോ ഉള്ളവർക്ക് സ്തോത്രം നാക്കിൽ രുചിയില്ലാതെ തൊണ്ട കിഴിച്ചാണ് ആഹാരം ഇറക്കി കൊടുക്കുന്നത്. എന്നാൽ ആ ഗതികേട് നമുക്ക് വരാതെ തമ്പുരാൻ അത്ഭുതകരമായി നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായി സ്തോത്രം. വളരെ ദുഃഖിച്ച ദിവസങ്ങളായിരുന്നു ചില ആഴ്ചകൾക്ക് മുമ്പ്. നമ്മുടെ അത്രയും പ്രായമില്ലാത്തവർ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ഈവൻ ദൈവദാസന്മാർ പോലും. വളരെ ദുഃഖകരമായ കാര്യം. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സന്നിധിയിൽ 103 സങ്കീർത്തന 2 വാക്യം നാം വായിച്ചു കേട്ടതുപോലെ സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. എൻ മനമേ എന്ന് പറഞ്ഞാൽ സ്തോത്രം എൻ്റെ മനസ്സേ എന്നർത്ഥം. സ്തോത്രം. ദൈവം ചെയ്തതായ ഉപകാരങ്ങൾ ഒരിക്കലും മറക്കരുത്. 10% ആൾക്കാർ മാത്രമേ ഇത് മറക്കാതിരിക്കത്തുള്ളൂ. ബാക്കി 90% ആൾക്കാരും നന്ദിയില്ലാത്തവരെന്ന് ഞാനല്ല പറഞ്ഞത്, എൻ്റെ കർത്താവിൻ്റെ വചനം തന്നെ പറയുന്നു. 90% ആൾക്കാർ നിങ്ങളിൽ നിന്ന് നന്മ മേടിച്ചവരാണ്. പൈസയായിരിക്കാം, ആഹാരമായിരിക്കാം, സ്നേഹമായിരിക്കാം. 90% ആൾക്കാരും ഈ ലോകത്തിൽ നന്ദിയില്ലാത്തവരാ. ഞാൻ തിന്മ പ്രസംഗിക്കുന്ന പ്രാസംഗികനാണോ? നോ. ദൈവവചനം അങ്ങനെ പറയുന്നു. ലൂക്കോസ് വിശേഷം 17 അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 17:11 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, യെരൂശലേമിലേക്ക് കർത്താവായ യേശു യാത്ര ചെയ്യുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ 10 കുഷ്ഠരോഗികൾ വന്ന് എതിർപ്പെട്ടു. അവർ ദൂരെ നിന്ന്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ നിലവിളിച്ച്, ദൂരെ നിന്ന് അവർ നിലവിളിക്കുകയാണ്, യേശു നായക, ഞങ്ങളോട് കരുണ തോന്നണമേ. സ്തോത്രം. കർത്താവ് അകന്ന് നിന്ന് നിലവിളിച്ചാലും അവൻ്റെയും നിലവിളി കേൾക്കുന്നു. വിശ്വാസികളാകുന്ന നമ്മൾ, വേർപെട്ട ജനം കർത്താവിൻ്റെ അടുത്തിരിക്കുന്നു എന്നാണ് കരുതുന്നത്. ഗോഡ് ബ്ലെസ് യു.
എന്നാൽ അകന്ന് നിന്ന് കുഷ്ഠരോഗികളെ നിലവിളിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ. ദാറ്റ്സ് ആൾ. അതിനർത്ഥം സൗഖ്യമാകിനെന്ന് പറഞ്ഞില്ല. കർത്താവ് എൻഡ് റിസൾട്ടാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ഞങ്ങളെ 10ാം ക്ലാസ്സിൽ ജയിപ്പിക്കണമേ, 10th സ്റ്റാൻഡേർഡിൽ ജയിപ്പിക്കണേ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന 12ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നു എന്ന ക്രമത്തിൽ യേശു പറയുന്നു, നിങ്ങളെ പോയി പുരോഹിതനെ തന്നെ കാണിപ്പിൻ. ആരാ പുരോഹിതനെ കാണിക്കേണ്ടത്? കുഷ്ഠരോഗം മാറിയവനാണ് കാണിക്കേണ്ടത്, അല്ലേ? എക്സാക്ട്ലി. അങ്ങനെ അവർ പോയി കാണിച്ചു. അത്ഭുതകരമായവർ സൗഖ്യമായി. എത്ര പേർ മടങ്ങി വന്നു? അതാണ് നന്ദി. സ്തോത്രം, താങ്ക്സ് ഗീവിങ്. എത്ര പേർ മടങ്ങി വന്നു? ഒരാൾ മാത്രമാണ് മടങ്ങി വന്നത്. യേശു കർത്താവിൻ്റെ ഹൃദയം ദുഃഖിച്ചു. സ്തോത്രം. 90% പേരും നന്ദിയില്ലാത്തവരാണ്. ദൈവത്തിൻ്റെ മക്കളിൽ നിന്ന്, ദൈവദാസന്മാരിൽ നിന്നൊക്കെ ഒത്തിരി നന്മകൾ പ്രാപിച്ചവരാണ്. നന്ദിയില്ലാത്ത ജനമാണ് 90%. വളരെ ദുഃഖത്തോടെ പറയട്ടെ. സ്തോത്രം. അതെ, ഇത് ദുഃഖത്തോടെ ഈ മൈക്കിൻ്റെ പിൻപിലിരുന്ന് പറയുമ്പോൾ എനിക്കിത്രയും ദുഃഖമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്തോത്രം ചില എൽഡേഴ്സിൻ്റെ അതേ ഹൃദയം ഇങ്ങനെ പിടയ്ക്കുന്നുണ്ടായിരിക്കാം, അവർക്കത്രയും ദുഃഖമുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരനെ, തമ്പുരാന് എത്ര വലിയ ദുഃഖമായിരിക്കും ഉള്ളത്. അതുകൊണ്ട് നന്ദിയില്ലാത്തവരായിരിക്കരുത്, നന്ദിയുള്ളവരായിരിക്കുക. 11ാം അധ്യായത്തിൽ യോഹന്നാൻ സുവിശേഷത്തിൽ വലിയൊരു അത്ഭുതം നടന്നു. യോഹന്നാൻ 11ാം അധ്യായത്തിൽ ഭയങ്കര മിറക്കൽ നടന്നു. എന്താണ് യോഹന്നാൻ 11-ൽ നടന്നത്? ലാസർ ജീവൻ പ്രാപിച്ചു പുറത്തു വന്നു. പക്ഷെ 11-ൽ അത്ഭുതം പ്രാപിച്ച്, അത്ഭുതം കണ്ട്, അത്ഭുതം എടുത്ത് പോക്കറ്റിലിട്ട് മാർത്തയും മറിയയും ലാസറും നമ്മൾ ചിലരെ കാണുന്നത് പോലെ തിരിഞ്ഞ് നടന്നില്ല. അവിടെ ഒരു താങ്ക്സ് ഗീവിങ് സർവീസ് നടന്നു. അവിടെ ഒരു നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരു താങ്ക്സ് ഗീവിങ് ശുശ്രൂഷ നടന്നു. അതാണ് 12ാം അധ്യായം. 12ാം അധ്യായത്തിൽ യേശു സ്തോത്രം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥേനിക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. പെസഹയ്ക്ക് 6 ദിവസം മുമ്പ്. അതിനർത്ഥം പിന്നെ 5 ദിവസം കഴിയുമ്പോൾ യേശു ക്രൂശിക്കപ്പെടാൻ പോവുക. നിങ്ങൾ കേട്ടോ? 6ാം ദിവസം പാസ്ഓവർ ഡേക്കല്ലേ യേശു ക്രൂശിക്കപ്പെട്ടെ? എക്സാക്ട്ലി. അത് അവസാനത്തെ പെസഹ. സ്തോത്രം. കർത്താവ് യേശു ക്രൂശ് ക്രൂശിക്കപ്പെടുന്നതിന് 5 ദിവസം മുമ്പ് സ്തോത്രം എവിടെ വന്നു? അതെ, ആ ബഥാനിയയിൽ വന്നു. ആ ബഥാനിയയിൽ വന്നപ്പോൾ അവിടെ ഇതാ ഒരു അത്താഴം ഒരുക്കി. ലാസർ നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് പുറത്തു വന്നതിന് അത്താഴം ഒരുക്കി. നോക്ക്, 3 കൂട്ടരെ എനിക്ക് പറവാനുണ്ട്. ദൈവസഭയിൽ ഇരിക്കുന്ന 3 കൂട്ടർ. നിങ്ങളെ കാര്യമാണ് പറയുന്നത്. 3 കൂട്ടർ. ആരും ഈ ചാനലിൽ നിന്ന് പുറത്തു പോകല്ലേ. ഉള്ളതുപോലെ പറയുന്ന ഒരു സ്വഭാവം എനിക്കും എൻ്റെ കർത്താവിനുമുണ്ട്. അതിനായി സ്തോത്രം. 3 കൂട്ടർ. മാർത്ത സർവീസ് ചെയ്തു. മാർത്ത സേഡ്. 1 ശുശ്രൂഷിക്കുന്ന മാർത്ത. പറഞ്ഞാട്ടെ, ആരാണ് ശുശ്രൂഷിക്കുന്ന മാർത്ത? ലാസർ അവനോട് കൂടെ പന്തിയിലിരുന്നു. 2 പന്തിയിലിരിക്കുന്ന ലാസർ. ശുശ്രൂഷിക്കുന്ന മാർത്ത, പന്തിയിലിരിക്കുന്ന ലാസർ. അടുത്ത വാക്യം സ്തോത്രം. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തൽ എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി അവൻ തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. 3ാമത്തെ കൂട്ടരാണ് മറിയ. അവരുടെ പേരാണ് ആരാധിക്കുന്നവൾ. 1ാമത് സ്തോത്രം ശുശ്രൂഷിക്കുന്നവർ. മൈക്ക് വയ്ക്കാൻ ശുശ്രൂഷിക്കുന്നവർ. ജോൺ ബോസ്കോ നേരത്തെ വരും ഈ ഹാള് പ്രിപ്പയർ ചെയ്യാൻ. എനിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് നല്ല ചൂടുവെള്ളം കൊണ്ടുവരും. കോവിഡ് കാലമായതുകൊണ്ട് അല്പം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. അതിൻ്റെ പേരാണ് സർവീസ്. സ്തോത്രം. ശുശ്രൂഷ, സർവീസ്. സ്തോത്രം. ക്യാമറയുടെ പിന്നിൽ വർക്ക് ചെയ്യുന്നവർ, കമ്പ്യൂട്ടറിൻ്റെ പിന്നിലായിരിക്കുന്നവർ, സർവീസ്. അവരെല്ലാം സ്തോത്രം വളരെ അതെ കൃപയോടെ ഉള്ളതുപോലെ ചെയ്യുന്നവരാണ്. സർവീസ്. ആ മിനിസ്ട്രിയുടെ പേരാണ് എന്താ മിനിസ്ട്രി? മാർത്ത മിനിസ്ട്രി. ഇനി വേറൊരു കൂട്ടരുണ്ട്. ഈ സർവീസിലില്ല, ആരാധിക്കത്തുമില്ല. സ്തോത്രം. അതെ, ലാസറിനെ പോലെയുള്ളവർ വിടുതൽ പ്രാപിച്ചു, അത്ഭുതം കണ്ടു. അത്ഭുതം കണ്ടതുകൊണ്ട് ചർച്ചിലെത്തി. സ്തോത്രം. എത്ര വേണോ വിളമ്പിക്കോ, എത്ര വേണോ വിളമ്പിക്കോ, ഞങ്ങൾ ഇപ്പം തീർത്ത് തരാം. എത്ര വേണോ വിളമ്പിക്കോ, ഞങ്ങൾ ഇപ്പം തീർത്ത് തരാമെന്ന് പറഞ്ഞ് പന്തിയിലിരുന്ന് തിന്ന് സൈഡിലോട്ട് വളരുന്നവർ. നിങ്ങൾ അങ്ങനെയാണ്? സ്തോത്ര. വർഷങ്ങളായി ഇരുന്ന് പ്രാപിച്ച് 5 പൈസയ്ക്ക് പോലും ദൈവരാജ്യത്തിന് ഫലമില്ലാത്തവരാണോ? അങ്ങനെയുള്ളവരെ കർത്താവ് എന്നും അങ്ങനെ തീറ്റിപ്പോറ്റി ഇരുത്തുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നോ? നോ. നിങ്ങൾ ഇരുന്ന് ഭക്ഷിച്ചോ, നോ പ്രോബ്ലം.
പക്ഷേ അത് കഴിഞ്ഞിട്ട് അവന് നിങ്ങൾ ശുശ്രൂഷ ചെയ്യണം. സ്തോത്രം. അവൻ്റെ സഭയിലും നിങ്ങൾ ശുശ്രൂഷിക്കണം. അതിലുപരിയായി അവൻ്റെ പാദത്തിലും നിങ്ങൾ ശുശ്രൂഷിക്കണം. മനസ്സിലായോ? ഈ 3 കൂട്ടരെ കുറിച്ച് ഞാൻ പറഞ്ഞു. എൻ്റെ മെയിൻ ഫോക്കസ് അതല്ല. പെട്ടെന്ന് പറയട്ടെ. ഇരുന്ന് കർത്താവിനോട് കൂടെ ഭക്ഷിക്കുന്നതിനേക്കാൾ, അവന് വേണ്ടി ഓടി നടന്ന് ശുശ്രൂഷിക്കുന്നതിനേക്കാൾ, ക്രൂസൈഡ്, സെമിനാർ, പാസ്റ്റേഴ്സ് സെമിനാർ എന്നൊക്കെ പറഞ്ഞ് ഓടി നടന്ന് ശുശ്രൂഷിക്കുന്നതിനേക്കാൾ, എന്നെ പോലെ ഇന്ന് 3ാമത്തെ സെഷനാണ് ഇരിക്കുന്നത്. സ്തോത്രം. അതിനേക്കാൾ എത്രയോ കർത്താവിന് ഇഷ്ടമുള്ളതായ കാര്യമാണ് അവൻ്റെ ചുറ്റും ഓടി നടന്ന് ശുശ്രൂഷിക്കുന്നതല്ല, യേശുവിൻ്റെ പാദത്തിൽ ഇരിക്കുന്നത്. ഇങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്. 1 വർഷത്തിൻ്റെ 3/4 ഭാഗമുള്ളതായ ഉപജീവന മാർഗമാണ് അവൾ ഉടച്ചത്. 1 വർഷത്തിന് മുഴുവൻ ഭൂരിപക്ഷ സമയത്തിൻ്റെതായ ഉപജീവന മാർഗത്തിൻ്റെ വലിയ തുകയിലുള്ളതായ ആ തൈലമാണ് ഒരു റാത്തൽ തൈലം. ഒരുപക്ഷെ 9 മാസത്തെ അധ്വാന ഫലം. അത്രയും വലിയൊരു എമൗണ്ടാണ് അവൾ അവിടെ ഉടച്ച് യേശുവിൻ്റെ പാദത്തിൽ ഒഴിക്കുന്നത്. സ്തോത്രം. ഒരുത്തൻ പറയുന്നു ആ പൈസ വേസ്റ്റായിപ്പോയി. എക്സ്ക്യൂസ് മീ, ആരാ പറഞ്ഞേ ആ പൈസ വേസ്റ്റായിപ്പോയി? എന്തിനീ പൈസ വേസ്റ്റാക്കുന്നു എന്നാരാ പറഞ്ഞേ? പൈസ അടിച്ചു മാറ്റുന്നവനാണ് പറയുന്നത്. ചുമ്മാ പൈസ വേസ്റ്റാക്കുന്നെന്ന്. ഇന്നും പൈസ അടിച്ചു മാറ്റുന്നവരാണ് പറയുന്നത് പൈസ വേസ്റ്റാക്കുന്നെന്ന്. ആരും മിണ്ടുന്നില്ലല്ലോ. കമാൻ. സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, യേശുവിൻ്റെ പാദത്തിൽ ലൈഫ് അങ്ങ് വേസ്റ്റാക്കിയാട്ടെ. മനസ്സിലായില്ല? യേശുവിൻ്റെ പാദത്തിൽ നിങ്ങളുടെ ലൈഫിനെ അങ്ങ് വേസ്റ്റാക്കിയാട്ടെ. അത് വേസ്റ്റ് അല്ലെന്ന് സ്വർഗം നിശ്ചയമായി തെളിയിക്കും. കർത്താവിൻ്റെ പാദത്തിൽ നമ്മുടെ ടൈമിനെ, നമ്മുടെ എഫേർട്ടിനെ, നമ്മുടെ സ്നേഹത്തെ, നമ്മുടെ പാട്ട്, ആരാധന, എക്സെട്രാ എക്സെട്രാ യേശുവിൻ്റെ പാദത്തിൽ അങ്ങ് വേസ്റ്റ് ആണെങ്കിൽ, വേസ്റ്റ് ആക്കുന്നെങ്കിൽ ജീവിതം ജയിച്ചു. കർത്താവിൻ്റെ പാദത്തിൽ ഈ ഒരേ ഒരു ജീവിതം ഒഴുക്കുന്നെങ്കിൽ ലൈഫ് ദൈവകൃപയാൽ ജയിക്കുകയുണ്ടായി. അതുകൊണ്ട് കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നവനേക്കാൾ, ചുറ്റും ഓടി നടന്ന് ശുശ്രൂഷിക്കുന്നവരെക്കാൾ യേശുവിൻ്റെ പാദത്തിൽ ഇരിക്കുന്നതാണ് യഥാർത്ഥ ആരാധന. അവരാണ് അന്തരീക്ഷം മാറ്റുന്നത്. ഓടി നടന്ന് ശുശ്രൂഷിക്കുന്നവർ നല്ലത്, ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവരല്ല അന്തരീക്ഷം മാറ്റുന്നത്. പകരം ആരാണ്? ആ അലബാസ്റ്റർ ബോട്ടിൽ ഉടയ്ക്കുന്നവർ, ആ വെൺകൽ ഭരണി ഉടയ്ക്കുന്നവരാണ് അന്തരീക്ഷം മാറ്റുന്ന നറുമണം കൊണ്ടുവരുന്നത്. ഇന്നും ഈ ബൈബിൾ സ്റ്റഡിയുടെ അന്തരീക്ഷം മാറ്റുന്നത്, അവൻ്റെ പാദത്തിലിരുന്ന് ഓരോരോ കണ്ണുനീർ ഒഴുക്കുന്ന അവരാണ് അന്തരീക്ഷം മാറ്റുന്നത്. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും പറ, ഞാൻ അന്തരീക്ഷം മാറ്റട്ടെ. ഒരിക്കൽ കൂടെ, ഞാൻ അന്തരീക്ഷം മാറ്റട്ടെ. നോക്കിക്കേ, യേശു കർത്താവ് മരിക്കുന്നതിന് മുൻപാണ് സ്തോത്രം അവൾ ഇത് ചെയ്തത്. കർത്താവ് പറഞ്ഞു, എൻ്റെ മരണത്തിനായി അവൾ ഇത് ചെയ്തു. എൻ്റെ മരണത്തിനായി സ്തോത്രം അവൾ ഇത് ചെയ്തു. 12:7 യേശു അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസം താൻ മരിപ്പാൻ വേണ്ടി പോകുകയാണ്. അടുത്ത ആഴ്ച ഈ നേരമാകുമ്പോൾ ഈ ശരീരത്തിൽ താൻ ജീവനോടെ ഇല്ല. ഷോക്കി. അടുത്ത ആഴ്ച ഈ നേരമാകുമ്പോൾ യേശു കർത്താവ് ഇതുപോലെ ജീവനോടെ ഇല്ല. ഇത് തൻ്റെ അവസാനത്തെ ചൊവ്വാഴ്ചയോ, സ്തോത്രം, അതെ, ഇത് തൻ്റെ അവസാനത്തെ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വ്യാഴാഴ്ചയോ മറ്റോ ആയിരിക്കാം ആ ദിവസം. സ്തോത്രം. കാരണം അതൊരു അല്പം കോൺട്രഡിക്ഷൻ ഉള്ളതായ ഒരു കാര്യമായതുകൊണ്ട് ആ ദിവസത്തെ ഞാനങ്ങ് വിടുകയാണ്. ചിലപ്പോൾ സ്തോത്രം 7 ദിവസം എന്തായാലും ഇല്ല. ചിലപ്പോൾ വ്യാഴാഴ്ചയായിരിക്കാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയായിരിക്കാം. ഒരിക്കൽ കൂടെ, ചിലപ്പോൾ വ്യാഴാഴ്ചയായിരിക്കാം, ചിലപ്പോൾ വെള്ളിയാഴ്ചയായിരിക്കാം. പക്ഷേ അടുത്ത ആഴ്ച ഈ നേരമാകുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇതേ ക്രമത്തിലല്ല ആയിരിക്കുന്നത്. സ്തോത്രം. അത് എൻ്റെ സംസ്കാരത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ അവൾ ചെയ്തത് റൈറ്റ് ടൈമിനാണ് ചെയ്തത് എന്നാണ് അർത്ഥം. കർത്താവ് പറഞ്ഞു, യഥാർത്ഥ സമയത്താണ് ദൈവത്തിന് നന്ദി പറയേണ്ടത്. ഇനി ഈ മീറ്റിംഗ്, ഈ താങ്ക്സ് ഗീവിങ്, ഈ സെഷൻ കണ്ടിട്ട് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് ചിലർ വന്നിട്ട് പറയും, അയ്യോ ബ്രദർ, സ്തോത്രം, ജൂൺ മാസം 8-ാം തീയതി വൈകിട്ട് 8 മണിക്കാണ് ഞാൻ കേട്ടത്, നന്ദി പറയണമായിരുന്നു എന്ന് പറഞ്ഞാൽ എടുക്കത്തില്ല. ആ നന്ദി എടുക്കത്തില്ല. നിങ്ങൾ ലേറ്റായി പോയി. ഞാൻ വചനത്തിലൂടെ പറയാം, നിങ്ങൾ ലേറ്റായി പോയി. യേശു കർത്താവ് പിടിക്കപ്പെടുന്നതിന് മുമ്പ്, അടിക്കപ്പെടുന്നതിന് മുമ്പ്, കൊല്ലപ്പെടുന്നതിന് മുമ്പ്, അടക്കപ്പെടുന്നതിന് മുൻപ് അവൾ ചെയ്തത് അവൾക്ക് നന്മയായി. എന്നാൽ 16-ാം അധ്യായം 1-ാം വാക്യം, മർക്കോസ് സുവിശേഷം, മർക്കോസ് 16:1, ഇതേപോലെ സ്ത്രീകൾ ഇതേപോലെ റാത്തൽ തൈലുമായി അവിടെ ഇതാ കല്ലറയ്ക്ക് ഓടി വരികയാണ്. പക്ഷേ ലേറ്റായിപ്പോയി.
യേശു കർത്താവിനെ മർക്കോസ് വിശേഷം 16:1 വായിക്കുമ്പോൾ ശബത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയ, യാക്കോബിന്റെ അമ്മ മറിയ, ശലോമയും ചെന്ന് അവനെ പൂശേണ്ടത് സുഗന്ധവർഗവും വാങ്ങി. ഇതാ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവൾ കല്ലറയ്ക്ക് ഓടിച്ചെല്ലുകയാണ്. എന്നാൽ മഗ്ദലക്കാരത്തി മറിയേ, മറ്റേ മറിയേ, അതേ സ്തോത്രം, നിങ്ങൾ ലേറ്റായി പോയി. നിങ്ങൾ ചെയ്യണമായിരുന്നെങ്കിൽ എന്ന് ചെയ്യണമായിരുന്നു? ഒരു 5-6 ദിവസം മുമ്പ് നിങ്ങൾ ചെയ്യണമായിരുന്നു. ആരോടൊപ്പം? ബഥാന്യക്കാരി മറിയെ പോലെ നിങ്ങൾ ചെയ്യണമായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞിട്ട് സ്തോത്രം, അതേ വണ്ടി തള്ളു എന്ന് പറഞ്ഞല്ല നന്ദി പറയേണ്ടത്. സ്തോത്രം, ദൈവകൃപകൾ അതേ ഓർത്തു നോക്കിയാട്ടെ. ഏതൊക്കെ ദൈവദാസന്മാരുടെ പ്രസംഗമാണ് നിങ്ങൾക്ക് അനുഗ്രഹമായത്? ഏതൊക്കെ കുടുംബങ്ങളാണ് നിങ്ങളെ സഹായിച്ചത്? ആരൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? ആരൊക്കെയാണ് ബർനബാസിനെ പോലെ നിങ്ങൾക്ക് ശുശ്രൂഷയുടെ കൈത്താങ്ങൽ തന്നത്? ആരൊക്കെയാണ് നിങ്ങളെ വളർത്തിയത്? ആരൊക്കെയാണ് ഫീസിന് പൈസ തന്നത്? ആരൊക്കെയാണ് വാതിൽ തുറന്നത്? ആരൊക്കെയാണ് നിങ്ങളെ കൈപിടിച്ച് കയറ്റിയത്? ആരൊക്കെയാണ് നിങ്ങൾക്ക് ശുശ്രൂഷിപ്പാനുള്ള വേദികൾ ഒരുക്കിയത്? ആരൊക്കെയാണ് കൂട്ടായ്മയുടെ വലം കൈ തന്നത്? സ്തോത്രം, വായിൽ ഫെവിക്കോളും ഇട്ടിരിക്കല്ലേ. യേശുവിന്റെ നാമത്തിൽ നന്ദി പറ. കഠിന ഹൃദയങ്ങൾ പോകട്ടെ. സ്തോത്രം, നന്ദിയുടെ ഹൃദയങ്ങൾ ഉണ്ടാകട്ടെ. കഠിന ഹൃദയങ്ങൾ മാറട്ടെ. കഠിന ഹൃദയങ്ങളിൽ ഒരിക്കലും ആരാധനയ്ക്ക് സ്ഥാനമില്ല, ദൈവസ്നേഹത്തിന് സ്ഥാനമില്ല. നന്ദിയുള്ള ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയ്ക്ക് മാത്രമേ ദൈവത്തിന് പ്രസാദം ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം, നമ്മൾ നന്ദി പറയണം, നന്ദി എഴുതണം. അതെ, സ്തോത്രം. ഒത്തിരി സഹോദരങ്ങൾ ഈ ഓരോ സർവീസ് കഴിയുമ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ എന്നും ഇങ്ങനെ നോക്കത്തില്ല, എത്ര പേര് വാച്ച് ചെയ്തു, ആരൊക്കെ കണ്ടു, ആരൊക്കെ എന്തൊക്കെ കമൻ്റ് ഇട്ടു, ഞാൻ നോക്കാറില്ല. ഒന്നാമത് എനിക്ക് ടൈമില്ല, രണ്ടാമത് ഈ മനുഷ്യൻ പറയുന്നത് എനിക്കൊട്ടും വിശ്വാസമില്ല. സ്തോത്രം. ഒരിക്കൽ കൂടെ, ഒന്ന് സ്തോത്രം, എനിക്കതിന് ടൈമില്ല. രണ്ടാമത് ഈ ഹോസന പറയുന്ന ഫാൻസിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിനെ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. സ്തോത്രം, അതെൻ്റെ ആയിരിക്കാം എന്നെ പഠിപ്പിച്ചത്. സ്തോത്രം, മറ്റ് ദൈവദാസന്മാർ അങ്ങനെ ആയിരിക്കത്തില്ല. ഐ എം സോറി. എന്നാൽ സ്തോത്രം, ഓരോ സർവീസ് കഴിയുമ്പോൾ ഒത്തിരി പേര് നന്ദി പറഞ്ഞിടാറുണ്ട്. താങ്ക് യു ബ്രദർ, താങ്ക് യു ബ്രദർ, അല്ലെങ്കിൽ താങ്ക് യു പാസ്റ്റർ. നിങ്ങളെ പാസ്റ്റർ എന്ന് വിളിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ബ്രദർ എന്ന് വിളിക്കുന്നതാണ്. ഭാരം കുറഞ്ഞിരുന്നാൽ യാത്ര സുഗമമായിരിക്കുമല്ലോ. അതുകൊണ്ട് ബ്രദർ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ പാസ്റ്റർ എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അപ്പുറത്തെ പാസ്റ്ററേയും ഇപ്പുറത്തെ പാസ്റ്റർ എന്ന് വിളിച്ച് നിങ്ങൾ പരിചയിച്ചത് കൊണ്ടായിരിക്കും. പക്ഷേ എന്നെ നിങ്ങളെ ഒരു സ്വന്തം സഹോദരനെ പോലെ ബ്രദർ എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾ ഒത്തിരി പേര് നന്ദി പറയാറുണ്ട്. ഓക്കെ, നല്ല കാര്യം, അത് തന്നെ കണ്ടിന്യൂ ചെയ്താട്ടെ. അങ്ങനെ പറയുന്നതിലൊക്കെ ഞാൻ നന്ദി പറയുന്നു. നന്ദി. അങ്ങനെ മെസ്സേജ് ഇടുന്ന എല്ലാവർക്കും ഞാൻ പറയുന്നു നന്ദി, റിയലി നന്ദി. നിങ്ങൾ ഇട്ടല്ലോ, അതിനായി സ്തോത്രം. സ്തോത്രം. ഇതേപോലെ തന്നെ അതേ ദൂത് കേട്ടിട്ട് ടൈപ്പ് ചെയ്യാൻ അറിയാതെ പോകുന്നവരാണെങ്കിൽ നോ പ്രോബ്ലം. സ്തോത്രം. പക്ഷേ ടൈപ്പ് ചെയ്യാൻ അറിയാം. അതെ, ഏതെങ്കിലും കോമഡി ഷോ കണ്ടിട്ട് അതിനെ നന്ദി ഇടുന്നവർ, അല്ലെങ്കിൽ അതിനെ കമൻ്റ് ഇടുന്നവർ, ദൈവവചനം ശക്തമായി കേട്ടിട്ട്, ഞാൻ മാത്രമല്ല ഏത് ദൈവദാസൻ പ്രസംഗിച്ചാലും നിങ്ങളുടെ ഹൃദയം നന്ദിയുടെ ഹൃദയമായിരിക്കട്ടെ. അത് കയ്പിൻ്റെ ഹൃദയമാകല്, അത് ചതുവിൻ്റെ ഹൃദയമാകല്, അത് ക്രിറ്റിസിസത്തിൻ്റെ ഹൃദയമാകല്, അത് കയ്യഫാവിൻ്റെയും പീലാത്തോസിൻ്റെ ഹൃദയമാകല്, അത് ദൈവസ്നേഹത്തിൻ്റെ ഹൃദയമായിരിക്കട്ടെ. സ്തോത്രം. അതെ, അവൻ്റെ പ്രാകാരങ്ങളിൽ പ്രവേശിക്കുന്നത് താങ്ക്സ് ഗിവിങ്ങോടെയാണ്, നന്ദിയോടെയാണ്. രണ്ടാമത്തെ വേദപുസ്തകം പറയുന്നു പ്രേസ്. രണ്ടാമത്തെ പദമാണ് പ്രേസ്. സ്തോത്രം. ഇതിനെല്ലാം ഇങ്ങനെ മേർജ് ചെയ്ത് കിടക്കുകയാണ്. താങ്ക്സ് ഗിവിങ്, പ്രേസ്, വർഷിപ്പ്, സ്തുതി, സ്തോത്രം, ആരാധന, ഇതെല്ലാം ഇങ്ങനെ മേർജ് ചെയ്ത് കിടക്കുകയാണ്. ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ കലർന്ന് കിടക്കുകയാണ്. ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ ചേർന്ന് കിടക്കുകയാണ്. ഇത് ഒന്നായി മാത്രം ഒരിക്കലും കിടക്കത്തില്ല, ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ ചേർന്ന് കിടക്കുകയാണ്. ഈ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാട്ടെ, സമുദ്രവും കരിയുമായിട്ട് ഇങ്ങനെ അതെ സ്തോത്രം ചേർന്ന് കിടക്കുന്ന ആ സ്ഥലത്തേക്ക് ഇതാ പ്ലെയിൻ ഇങ്ങനെ അടുത്ത് വരിക. ട്രിവാൻഡ്രത്തെ ലാൻഡ് ചെയ്യാൻ വളരെ വളരെ ഭംഗിയാണ് ട്രിവാൻഡ്രം കാണാനായിട്ട്. സ്തോത്രം. ട്രിവാൻഡ്രം നിലത്ത് നിന്ന് കാണുന്നതിനേക്കാൾ അതെ സ്തോത്രം ഏറ്റവും ഭംഗിയാണ് ആകാശത്ത് നിന്ന് കാണാൻ. ഞാനത് രണ്ടർത്ഥത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സ്തോത്രം. അതെ, അങ്ങനെ ആകാശത്ത് ഇങ്ങനെ ആകാശത്ത് നിന്ന് പ്ലെയിൻ ഇങ്ങനെ തിരിഞ്ഞ് വരുന്നതായ സമയത്ത് എത്ര ബ്യൂട്ടി എന്നറിയാമോ, ഈ കരയും കടലും തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് കാണാൻ. നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗൾഫിലേക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അറ്റ്ലാന്റിക് ക്രോസ് ചെയ്യുമ്പോൾ മുഴുവൻ നോക്കുമ്പോഴേക്കും നീല നിറത്തിൽ കടൽ ഇങ്ങനെ കിടക്കുക. മുഴുവൻ നീല നിറത്തിൽ കടൽ. കാണാനൊന്നുമില്ല. വിൻഡോ സീറ്റിലിരിക്കുകയാണെങ്കിൽ നമ്മളത് സ്തോത്രം വിൻഡോയുടെ ഫ്ലാപ്പൊക്കെ അങ്ങ് താഴ്ത്തി ഇട്ടിട്ട് സുഖമായിട്ടിരുന്ന് ഉറങ്ങും. എന്നാൽ അതേ സമയത്ത് കരയും കടലും തമ്മിൽ ചേർന്ന് കിടക്കുന്നതാണ് ഭയങ്കര ഭംഗി. കടൽ തനിയെ കിടക്കുന്നതല്ല ഭംഗി, തിരമാലകൾ അടിച്ച്
കരയും കടലും തമ്മിൽ ചേർന്ന് കിടക്കുന്നത് ഭയങ്കര ഭംഗിയെന്ന് നാം ആസ്വദിക്കുന്നത് പോലെ സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവം പറയും, മക്കളെ നീ കുറച്ചു നേരം സ്തോത്രം 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 എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നിന്റെ സ്തുതിയും സ്തോത്രവും ആരാധനയും ഒരുമിച്ച് മേർജ് ചെയ്ത് കിടക്കുന്നതാണ് ഏറ്റവും വലിയ ഭംഗി. 7 നിറം ഒരുമിച്ച് കിടക്കുന്നത് എന്തോ ഭംഗി എന്ന് അറിയാം. 7 നിറം. നെറലാക് പെയിന്റ് അല്ല ഞാൻ പറയുന്നത്, ബർഗർ പെയിന്റും അല്ല ഞാൻ പറയുന്നത്, ഏഷ്യൻ പെയിന്റും അല്ല ഞാൻ പറയുന്നത്. പിന്നെ എന്തോ പെയിന്റാണ്, എന്തോ കളറാണ് ഞാൻ പറഞ്ഞത്? 7 നിറത്തിലുള്ള മഴവില്ല്. മഴവില്ല് ഒറ്റ നിറമാണെങ്കിൽ വല്ലവരും തിരിഞ്ഞു നോക്കോ? ആരും തിരിഞ്ഞു നോക്കത്തില്ല. 7 നിറവും ഒരുമിച്ച് കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഈ വില്ലിന് ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ വില്ലിൻ്റെ ഉടമസ്ഥൻ എത്ര വലിയ സുന്ദരനായിരിക്കും. കാരണം അത് ദൈവത്തിൻ്റെ വില്ലാണ്. സോ ഇതുപോലെ പ്രൈസ്, വർഷിപ്പ് ആൻഡ് താങ്ക്സ് ഗീവിങ്, ഇത് മൂന്നും സ്തുതിയും സ്തോത്രം ആരാധനയും ഒരുമിച്ച് മേർജ് ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം, അതേ നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ പ്രാർത്ഥിക്കാനായിരിക്കുമ്പോൾ അതേ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിയും സ്തോത്രവും ആരാധനയും ദൈവത്തിൻ്റെ കൃപയാൽ ഉയരുമാറാകട്ടെ. സെക്കൻഡ് പോർഷനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. താങ്ക്സ് ഗീവിങ് കഴിഞ്ഞ് അടുത്താണ് പ്രൈസ്, സ്തോത്രം. 100-ാം സങ്കീർത്തനം 4-ാം വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം. 100-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിക്കുമ്പോൾ, 100-ന്റെ 4 വായിക്കുമ്പോൾ, 100-ാം സങ്കീർത്തനം, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോട്. രണ്ടാമത്തേതാണ് പ്രൈസ്, സ്തോത്രം, സാക്രിഫൈസ് ഓഫ് പ്രൈസ്. ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 15-ാം വാക്യമാണ് സാക്രിഫൈസ് ഓഫ് പ്രൈസ് എന്ന് പറയുന്നത്. എബ്രായർക്ക് ലേഖനം സ്തോത്രം 13-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ഹല്ലേലൂയ. എബ്രായർ 13:15 പറയുന്നു, അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അവിടെ എന്താണ് അധരഫലമെന്ന സ്തോത്രയാഗം? സിനിമാ പാട്ടല്ലെന്ന് എന്നല്ല പറയുന്നത്, സെക്കുലർ ആഷി വിഷി എന്ന് പറയുന്ന ഏതോ സ്തോത്രം, അതേ ദ്വയാർത്ഥ പ്രയോഗമുള്ള അശ്ലീല ഗാനം എന്നല്ല തിരുവചനം പറയുന്നത്. അതെല്ലാം നിർത്തിക്കളയണം. കാരണം അതെല്ലാം കെട്ടാണ്. അനുഭവിച്ചത് കൊണ്ടാണ് പറയുന്നത്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സെക്കുലർ മ്യൂസിക്കിന് ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. സുജി തന്നെ അറിയാം. സ്തോത്രം. വളരെ ചെറുപ്പത്തിൽ സെക്കുലർ മ്യൂസിക്കിന് ഞാൻ അങ്ങേയറ്റം അഡിക്റ്റ് ആയിരുന്നു. എൻ്റെ മമ്മിയും ഞാനും തമ്മിൽ ഭയങ്കര യുദ്ധമായിരുന്നു. 3-4 ലോകമായ യുദ്ധം. സ്തോത്രം. കാരണം ഞാൻ ഉറങ്ങാൻ പോലും കിടക്കുമ്പോൾ 2 വശത്ത് 2 സ്പീക്കറും വെച്ചിട്ടാണ് കിടക്കുന്നത്. വലിയ കൂറ്റൻ സ്പീക്കർ അത് വെച്ച് സ്തോത്രം, അതേ സെക്കുലർ മ്യൂസിക്, വെസ്റ്റേൺ മ്യൂസിക്, പല അതേ വെസ്റ്റേൺ മ്യൂസിക്, അത് കേട്ടാലേ നമുക്ക് ഉറക്കം വരത്തുള്ളായിരുന്നു. പക്ഷേ മനസ്സിലാക്കണമേ, മ്യൂസിക് അഡിക്ഷൻ, അത് സെക്കുലർ മ്യൂസിക്കിന് നിങ്ങൾ അഡിക്റ്റ് ആയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അതൊരു ബന്ധനം തന്നെയാണ്. നല്ല സ്പിരിച്വൽ മ്യൂസിക്കുകൾക്ക് ഞാൻ പാർക്കുന്നിടത്ത് ഒരിക്കൽ അറ്റ്മോസ്ഫിയർ വെറുതെ കിടക്കത്തില്ല. എല്ലാ സമയത്തും സ്തോത്രം, രാത്രി ഉറങ്ങുമ്പോൾ പോലും ഏതെങ്കിലും സ്തുതിഗാനങ്ങൾ, ആരാധന ഗീതങ്ങൾ ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കും. ഒരു ഹോട്ടലിൽ ഞാൻ ലോകത്ത് എവിടെ ചെക്ക് ഇൻ ചെയ്താലും ആദ്യം ചെയ്യുന്നതായ കാര്യം, ബാത്റൂമിൽ വെള്ളമുണ്ടോ എന്നല്ല നോക്കുന്നത്. സ്തോത്രം. ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യം, എൻ്റെ ലാപ്ടോപ്പിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആരാധന ഗീതം അല്ലെങ്കിൽ സ്തുതി ഗീതം അത് ഓപ്പൺ ചെയ്തത് 24 മണിക്കൂറും ഞാൻ ആ റൂമിലുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? ഞാൻ ഒറ്റയ്ക്കല്ലായിരിക്കുന്ന ആ സ്തുതി ഗാനം സ്തോത്രം ഉയർന്നുകൊണ്ടിരിക്കും. എൻ്റെ ലാപ്ടോപ്പോ ഫോണോ അല്ല ഞാൻ ദൈവത്തെ സ്തുതിക്കേണ്ടത്. ജീവനില്ലാത്ത ലാപ്ടോപ്പും ജീവനില്ലാത്ത ഫോണുമല്ല സ്തുതിക്കേണ്ടത്. ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. അപ്പം നമ്മൾ സ്തുതിക്കുവാനുള്ള ഒരു കറ്റാലിസ്റ്റാണ്, ഒരു ഉൾപ്രേരണയാണ് ഏത് ഈ ഇൻസ്ട്രുമെന്റ്സ് നൽകി തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉണങ്ങിയിരിക്കരുത്, നിങ്ങൾ മൗനമായിരിക്കരുത്. നിങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടവിടാതെ എല്ലാവരും പറഞ്ഞാട്ടെ, എങ്ങനെയാണ്? ഇടവിടാതെ അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുക. അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുക. അധരഫലമെന്ന സ്തോത്രയാഗം. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ, പ്രൈസ് ഗാഡ് എന്ന് പറയുമ്പോൾ അത് ആരെ നോക്കിയാ പറയുന്നത്? ദൈവത്തെ നോക്കിയാ പറയുന്നത്. ഞാനിന്ന് വൈകിട്ട് താഴെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി, സ്തോത്രം, ആ വണ്ടി ലോക്ക് ചെയ്ത് ഒരു സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും ഏറ്റവും സുന്ദരനായ ഒരു സഹോദരൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് കണ്ടു. ഞാൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. അത് അദ്ദേഹത്തിൻ്റെ അറ്റൻഷൻ കിട്ടാനാണോ ഞാൻ പ്രൈസ് ദി ലോർഡ് പറഞ്ഞത്? പലപ്പോഴും പലരെ അറ്റൻഷൻ കിട്ടാൻ നമ്മൾ പറയും ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പറയുകയാണ്. പക്ഷേ ആ പ്രൈസ് ദി ലോർഡ് അവൻ്റെ ചങ്കിന് കൊള്ളാനല്ല നമ്മൾ പറയുന്നത്, അവൻ്റെ മുഖം നോക്കിയല്ല നമ്മൾ പറയുന്നത്. മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെന്ന് പറയുന്നത് പോലെ ആ വ്യക്തിയെ നോക്കിയല്ല പറയുന്നത്. പകരം നമ്മൾ പറയുന്ന സ്തോത്രം മനുഷ്യൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാനല്ല ദൈവമക്കളെ പറയേണ്ടത്, ദൈവത്തിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയായിരിക്കണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയേണ്ടത്.
ആരെങ്കിലും നമ്മെ വിളിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അയക്കാൻ മറക്കരുതേ. ആരെങ്കിലും നമ്മളെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, നമ്മൾ പറയുന്നത് ഹലോ എന്നല്ലേ പറയുന്നത്? നമ്മൾ പറയുന്ന ഹലോ എന്നല്ലേ പറയുന്നത്? സ്തോത്രം, അതെ, ഫോൺ കണ്ടുപിടിച്ച ആളിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ പേരായിരുന്നു ഹലോ, അല്ലേ? ഫോൺ കണ്ടുപിടിച്ച ഗ്രഹാം ബെല്ലോ. സ്തോത്രം, അതെ, ഫോൺ കണ്ടുപിടിച്ച ആരായാലും അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ പേരായിരുന്നു ഹലോ. സ്തോത്രം, ആ ഗേൾ ഫ്രണ്ടിൻ്റെ പേര് വേറെ വല്ലതും ആയിരുന്നെങ്കിൽ നമ്മൾ ഷേളി എന്നോ കമലയെന്നോ, ഒരാളുടെ പേര് പറ, സ്തോത്രം, ഇങ്ങനെ പറയുമായിരുന്നു. ഹല്ലേലൂയ. അപ്പോ ഇനി അടുത്ത ഫോൺ വരുമ്പോ ഓർത്തോണം, വല്ലോന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേരാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഫോൺ തൊട്ട് കഴിഞ്ഞാൽ അറിയാതെ വരികയാണ് ഹലോ. മറ്റവൻ അവന് കണ്ടുപിടിച്ചത് കൊണ്ട് അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേര് വിളിക്കുന്നു. അവന് ഒത്തിരി സന്തോഷ. പുള്ളി ചത്തുവെ കാണും, അദ്ദേഹം മരിച്ചു കാണും. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഇരിക്കട്ടെ, ഏതായാലും ഞാനാണല്ലോ ആ മനുഷ്യനെ ഇതിൽ കുടുക്കിയത്. ഒത്തിരി പേരുടെ ജീവിതം ഇതിൽ തൊലഞ്ഞു കിടക്കുകയാണല്ലോ. അതുകൊണ്ട് സ്തോത്രം, ഇരിക്കട്ടെ, എൻ്റെ അതെ ഗേൾ ഫ്രണ്ടിൻ്റെ പേര് തന്നെ ഇവർ പറഞ്ഞ് ഹലോ പറഞ്ഞു തന്നെ അത് ഇവരും എന്താ സ്തോത്രം. എന്നാൽ സ്തുതി അതല്ല, സ്തുതി മനുഷ്യനുള്ളതല്ല, സ്തുതി മനുഷ്യന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാനുള്ളതല്ല. സ്തോത്രം, അതെ, മറ്റുള്ളവരെ നോക്കി ഞാൻ വിശ്വാസിയാണ് എന്ന് പിടിച്ചു പറ്റാനുള്ളതല്ല. അതിന്റെ പേര് സൂത്രമാണ്. പകരം സാക്രിഫൈസ് ഓഫ് പ്രൈസ്, അത് ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് പോകുന്നതായിരിക്കണം നിങ്ങളുടെ സ്തോത്രം. അതെ, നിങ്ങളുടെ സ്തുതി ശബ്ദം. ഇറ്റ്സ് എ സാക്രിഫൈസ് ഓഫ് പ്രൈസ്. ദേവാലയത്തിലേക്ക് ദൈവത്തിൻ്റെ ജനം കടന്നു പോകുമ്പോൾ അവരുടെ കയ്യിൽ വിവിധ ക്രമത്തിലുള്ളതായ മൃഗങ്ങളുണ്ട്, അതുപോലെ പക്ഷികളുണ്ട്. ഒരു മൃഗവും വാ തുറന്ന് പറയത്തില്ല. ഒരു കാളയോ ഒരു ചെമ്മരിയാടോ ഒരു കോലാടോ ഒന്നും പറയത്തില്ല, ഹായ് എൻ്റെ യജമാനനെ എന്നെ പെട്ടെന്നൊന്ന് കൊന്നതാ എന്ന് സന്തോഷത്തോടെ ഒരു മൃഗവും പറയത്തില്ല. മൃഗത്തെ ഇങ്ങോട്ട് വലിക്കുമ്പോൾ മൃഗം അങ്ങോട്ടാണ് വലിക്കുന്നത്. മൃഗത്തെ ഇങ്ങോട്ട് വലിക്കുമ്പോൾ മൃഗം അങ്ങോട്ടാണ് വലിക്കുന്നത്. അർത്ഥം സ്തോത്രം, ഒരിക്കലും നിന്റെ ജഡം പ്രാർത്ഥിക്കാൻ ജഡം അനുവദിക്കത്തില്ല, ആരാധിക്കാൻ ജഡം അനുവദിക്കത്തില്ല. ജഡം നിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ ജഡം നിന്നെ താഴോട്ട് പിടിക്കുമ്പോൾ ആത്മാവ് നിന്നെ മേലോട്ട് വലിക്കും. എന്നാൽ ജഡീകൻ ജഡത്തിൻ്റെ ആഗ്രഹത്തിൽ താഴോട്ട് പോകും, ആത്മീയൻ ജഡത്തെ തോൽപ്പിച്ച് ഉയരത്തിലേക്ക് പോകും. അടുത്തിരിക്കുന്നവരോട് ചോദിക്കുക, എങ്ങോട്ടാ യാത്ര? പറ, എന്തോ പറഞ്ഞു? ഉത്തരം എന്തോ പറഞ്ഞു? ഉത്തരം എന്തോ പറഞ്ഞു? എങ്ങോട്ടാ യാത്ര? ജീവിത യാത്രക്കാര, കാലടികൾ എങ്ങോട്ട്? ആത്മീയൻ ജഡത്തെ തോൽപ്പിച്ച് സ്തോത്രം മേലേക്ക് കയറുന്നു. മനസ്സിലാക്കണമേ. ഇതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി അല്ലെങ്കിൽ യാഗങ്ങൾക്കായി മൃഗത്തെ കൊണ്ടുവരുമ്പോൾ വേദപുസ്തകം പറയുന്നു 5 തരത്തിലുള്ള സാക്രിഫൈസസ് ആണ് അന്നുണ്ടായിരുന്നത്. 5 തരത്തിലുള്ള യാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ലേവ്യ പുസ്തകം 1-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ ഒരു സബ്ജക്റ്റാണ് 5 സാക്രിഫൈസസ്. 5 തരത്തിലുള്ള യാഗങ്ങൾ. 5 തരത്തിലുള്ള യാഗങ്ങളാണ് ദൈവത്തിൻ്റെ വചനത്തിലുള്ളത്. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 1-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ 5 തരത്തിലുള്ള യാഗങ്ങൾ. മറക്കരുത്, കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. സ്തോത്രം, അത് വെളിപ്പെടുത്തുന്നത് ഈ 5 യാഗങ്ങളും പോയിന്റ് ചെയ്യുന്നത്, ഈ 5 യാഗങ്ങളും സ്തോത്രം വിരൽ ചൂണ്ടുന്നത് ദ സുപ്രീം സാക്രിഫൈസ്, വിച്ച് മീൻസ് ദ പെർഫെക്റ്റ് സാക്രിഫൈസ് ഓഫ് ലോർഡ് ജീസസ്. യേശു കർത്താവിൻ്റെ പരമയാഗത്തെക്കുറിച്ചാണ്. യേശു കർത്താവിൻ്റെ പരമയാഗമാണ്. പുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധി യാഗത്തിന് വേണ്ടി വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു യാഗമൃഗമുണ്ടായിരിക്കും. എന്നാൽ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന യേശുവിൻ്റെ കയ്യിൽ ഒരു മൃഗവും അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കാരണം യേശു പറഞ്ഞു, ഞാൻ തന്നെ യാഗമാകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മത്തായി സുവിശേഷം 20:28, മർക്കോസ് സുവിശേഷം 10:45 അവൻ പറഞ്ഞു, സ്തോത്രം, അതേ, മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നിരിക്കുന്നു. യേശു കർത്താവ് അവൻ യാഗമാകുവാൻ അവൻ വന്നതാണ്. യാഗമാകാൻ അവൻ വന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു പാട്ട് നിങ്ങൾ പാടുമ്പോൾ, ഒരു സ്തോത്രം നിങ്ങൾ പറയുമ്പോൾ, ഒരു ഹല്ലേലൂയ ശബ്ദം നിങ്ങൾ മുഴക്കുമ്പോൾ, കരങ്ങളടിച്ച താളത്തിൽ അന്യഭാഷ മുഴക്കുമ്പോൾ ഒക്കെ ഏത് ശബ്ദം നിങ്ങൾ പറഞ്ഞാലും മനസ്സിലാക്കണം, ചുമ്മാ നിങ്ങൾ പറയല്ലേ, അതിൻ്റെ പിന്നിൽ ഒരു പെയിൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ പിന്നിൽ ഒരു ത്യാഗം ഉണ്ടായിരിക്കണം. ആ ത്യാഗത്തെയാണ് ദൈവം യാഗം എന്ന് കാണുന്നത്. സുഖിക്കുന്നതല്ല ആത്മീയ ജീവിതം. ഇന്നാളുകൾ ഏറ്റവും കൂടുതൽ സ്തോത്രം നമ്മൾ കേൾക്കുന്ന പ്രസംഗം ഇതാണ്, അതെ, God wants to use to prosper. Come on, prosper. ദൈവം നിങ്ങളെ സുഖിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്.
സുഖിപ്പിക്കാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നത്. എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോസ്തലന്മാർ എത്ര പേര് സുഖിച്ചു? ആദിമ സഭാവിശ്വാസികൾ എത്ര പേര് സുഖിച്ചു? സക്സസ്സായ അപ്പോസ്തലന്മാർ, സക്സസ്സായ ദൈവദാസന്മാർ, അവരെത്ര പേര് സുഖിച്ചു? ഈ കാലത്തിലും പലപ്പോഴും അവർ താമസിക്കുന്ന വലിയ വീടുകളായിരിക്കാം, നല്ല നല്ല കാറുകൾ അവർ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അവരെ പിടിച്ചിരുത്തി അവരോട് ചോദിക്കണം, മക്കളെ ഈ ദിവസങ്ങൾ എങ്ങനെയുണ്ടടാ, ജീവിതം എങ്ങനെയുണ്ട്, പറ, സുഖിച്ചാണോ നീ ജീവിക്കുന്നത്? ഞാൻ പറയട്ടെ, എത്രത്തോളം വെയിറ്റ് ഓഫ് ഗ്ലോറി കയറുന്നോ അത്രത്തോളം അതിൻ്റെ വില അതിൻ്റെ പിന്നിൽ അവർ കൊടുത്തിട്ടുണ്ട്. അവർ സുഖിച്ചല്ല ജീവിക്കുന്നത്. സ്തോത്രം. സക്സസ്സായ ശുശ്രൂഷകൻ സിംഹാസനത്തിലല്ല ഇരിക്കുന്നത്, അവൻ ക്രൂശിലാണ് കിടക്കുന്നത്. ആരുമിണ്ടുന്നില്ല, ഞാൻ പോവാ. സക്സസ് ആയ സകല ശുശ്രൂഷകന് കർത്താവ് വെളിപ്പെടുന്ന, സ്വയം വെളിപ്പെടുന്നതല്ല, കർത്താവ് വെളിപ്പെടുന്ന സകല ശുശ്രൂഷകരും സ്തോത്രം, അവർ ക്രൂശിൽ കിടക്കുന്നു, സിംഹാസനത്തിലിരിക്കുന്ന യേശു വെളിപ്പെടുന്നു. വചനമാകട്ടെ, വരങ്ങളാകട്ടെ, കൃപയാകട്ടെ, ദൈവമഹത്വമാകട്ടെ, യേശു വെളിപ്പെടുന്നു. അപ്പം യേശു വെളിപ്പെടുന്നു എങ്കിൽ അവൻ എവിടെയായിരിക്കും? അവൻ ക്രൂശിലായിരിക്കണം. അവൻ നിശ്ചയമായി ക്രൂശിലാണ്. അപ്പോൾ സ്തോത്രം, സകല സക്സസ്സുകളെ പിൻപിലും, സകല ആത്മീയ ശുശ്രൂഷകളെ പിൻപിൽ എന്തുണ്ട്? ത്യാഗമുണ്ട്. ഇതുപോലെ നിങ്ങളുടെ സ്തുതിയിലും സ്തോത്രത്തിലും അതിൻ്റെ പിന്നിൽ ഒരു യാഗമുണ്ട്. 5 തരത്തിലുള്ള യാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. വേദപുസ്തകത്തിൽ അതാ കാണാൻ കഴിയുന്നത്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകനാകുന്ന യെശയ്യാവ്, ദീർഘദർശിയാകുന്ന യെശയ്യാവ് യേശു കർത്താവ് ക്രൂശിൽ കിടക്കുന്നത് കണ്ട്, മെശിഹായുടെ വ്യഥയും വേദനയും കണ്ട് പ്രവചിച്ചിരിക്കുകയാണ്. യെശയ്യാപ്രവചനം 53-ാം അധ്യായം യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ ദീർഘദർശനത്തിൽ പ്രവചനാത്മാവിൽ പ്രവാചകനാകുന്ന യെശയ്യാവ് കാണുമ്പോൾ ഈ 5 യാഗങ്ങളും എവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും? യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഓക്കെ, ഓരോ യാഗമായി ഒന്ന് തൊട്ടുപോയി നമുക്ക് രാത്രി അടുത്ത ഭാഗവും കൂടെ കേട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്പർ 1, ഒന്നാമതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതായ യാഗത്തിൻ്റെ പേരാണ് പാപയാഗം. ഞാൻ മറക്കരുത്, ദ സാക്രിഫൈസ് ഓഫ് പ്രൈസ്. മറന്നുപോകല്, സാക്രിഫൈസ് ഓഫ് പ്രൈസ്, സ്തുതി എന്ന യാഗം. ഒന്നാമത്തെ യാഗമാണ് പാപയാഗം. എവിടെ എഴുതിയിരിക്കുന്നു? ലേവ്യാപുസ്തകം 4-ാം അധ്യായം, ലേവ്യാപുസ്തകം 8-ാം അധ്യായം, ലേവ്യാപുസ്തകം 16-ാം അധ്യായം. ലേവ്യാപുസ്തകത്തിലെ 3 അധ്യായങ്ങളിൽ നിങ്ങൾക്കിത് കാണുവാൻ കഴിയും. ഞാൻ എൻ്റെ റെഫറൻസ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി പറയാം. ലൂക്കോസ് വിശേഷം, ലേവ്യാപുസ്തകം അതിൻ്റെ 4-ാം അധ്യായം, 8-ാം അധ്യായം, 16-ാം അധ്യായം. ലൂക്കോസ് വിശേഷം 4-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യാപുസ്തകം 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യാപുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഈ 3 ഭാഗത്തും പാപയാഗങ്ങളെക്കുറിച്ച് അവിടെ വേദപുസ്തകം പറയുന്നു. അതെ, കർത്താവ് യേശു ക്രിസ്തു പാപമില്ലാത്തവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു, അവൻ പാപം ആയി. യേശു കർത്താവ് അവൻ നമുക്ക് വേണ്ടി പാപം ആയി. എബ്രായ ലേഖനം 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ പറയുന്നു, ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന കർത്താവ് സ്തോത്രം എന്നേക്കും ജീവിക്കുന്നവൻ, അവൻ പൂർണ്ണമായി നമ്മെ രക്ഷിക്കുന്നു. പക്ഷേ അതിനുവേണ്ടി അവൻ എന്ത് ചെയ്തു? അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. യേശു കർത്താവ് നമുക്ക് വേണ്ടി സ്തോത്രം പാപയാഗമായി. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് രക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ ഇന്ന് 10 പാട്ട് പാടുന്നത്, നിങ്ങൾ ഇന്ന് കൈയടിക്കുന്നത്, നിങ്ങൾ ഇന്ന് ഹല്ലേലൂയ പറയുന്നത്, നിങ്ങൾ അന്യഭാഷ പറയുന്നത്, അന്യഭാഷ പറഞ്ഞ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്, ഇന്ന് നിങ്ങൾ പ്രവചിക്കുന്നത്, ദർശനങ്ങൾ കാണുന്നത്, ദൈവശബ്ദം കേൾക്കുന്നത്, ആത്മീയമായിട്ടുള്ള ആൽഫയും ഒമേഗയും വരെയുള്ള സകല നന്മകൾ നിങ്ങളിലേക്ക് ഒഴുകി വരുന്നത് മറന്നു പോകരുത്. ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന യേശു നിങ്ങൾക്ക് വേണ്ടി ആ കാൽവരിമരികിൽ അവൻ പാപയാഗം ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ സ്തോത്രം ഉയരുന്നത് തമ്പേറിൻ്റെ താളത്തിലല്ല. ഈ സ്തോത്രം ഉയരേണ്ടത് കീബോർഡിൻ്റെ ചപ്പാങ്കുത്ത് എന്നറിയപ്പെടുന്ന താളത്തിലല്ല. പലർക്കും അറിയത്തില്ലായിരിക്കാം ചപ്പാങ്കുത്ത്. ആ താളത്തിലല്ല നിങ്ങൾ തുള്ളേണ്ടത്. പകരം ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് ആരാധന, ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് നിങ്ങളുടെ സ്തുതി. ആരാധന ശബ്ദം തുള്ളലല്ല, ആരാധന ശബ്ദം തുമ്പി തുള്ളലല്ല. ഓണത്തിന് മറ്റവള് തുള്ളുന്നത് പോലെ ഞായറാഴ്ചകളിൽ വന്ന് കൃപയില്ലാത്ത കുറച്ച് ശബ്ദമിടുന്നതല്ല ആരാധന. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞിരിക്കുന്നു. റോമർ 5, ഹൃദയത്തിൽ നിങ്ങളുടെ ആത്മാവിൽ ദൈവസ്നേഹം നിറഞ്ഞിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞ്
നിങ്ങൾ വിളിച്ചു പറയുന്നതായ സ്തുതി, ഹല്ലേലൂയ, സ്തോത്രം, അന്യഭാഷ, അതാണ് ദൈവത്തിന് സംപ്രീതി കൊണ്ടുവരുന്നതായ ആരാധന, പ്രീതിപ്പെട്ടതായ ആരാധന. ഒന്നാമത്തേതാണ് സ്തോത്രം, അതെ, സിൻ ഓഫറിംഗ്, പാപയാഗം. രണ്ടാമത്തെ ആരാധനയുടെ പേരാണ് സ്തോത്രം, ട്രസ്പാസ് സാക്രിഫൈസ്. അകൃത്യയാഗം, ട്രസ്പാസ് സാക്രിഫൈസ്, അകൃത്യയാഗം. രണ്ടാമത്തെ യാഗത്തിന്റെ പേരാണ് അകൃത്യയാഗം. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു, അവൻ നമുക്ക് വേണ്ടി ആരായി തീരുന്നു? അവൻ അകൃത്യ യാഗമായി തീർന്നു. അവൻ നമുക്ക് വേണ്ടി അകൃത്യ യാഗമായി തീർന്നു. ഈ 5 യാഗങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ ഹോംവർക്ക് ഞാൻ തരും. യെശയ്യാപ്രവചനം 53-ാം അധ്യായമാണ് നിങ്ങളുടെ ഹോംവർക്ക്. 5 യാഗങ്ങൾ യെശയ്യാപ്രവചനം 53-ൽ കണ്ടുപിടിക്കണം. ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ്, എനിക്ക് കാണാതെ അറിയാം റെഫറൻസ് ഒരു പരിധിവരെ. സ്തോത്രം, അതെ. പക്ഷേ നിങ്ങൾക്കുള്ള ഹോംവർക്ക് അതാണ്. യേശു എനിക്ക് വേണ്ടി സ്തോത്രം യാഗമായി. അതെ, 4 സുവിശേഷങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതായി. സ്തോത്രം, സുവിശേഷകൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി പറയുന്നു. സുവിശേഷകന്മാർ 4 പേരും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി പറയുന്നു, കാരണം അത് പാസ്റ്റിലാണ് നടന്നത്. എന്നാൽ സ്തോത്രം, അതെ, യെശയ്യാവ് മുന്നിലേക്ക് നോക്കി പറയുന്നു, സുവിശേഷകന്മാർ പിന്നിലേക്ക് നോക്കി പറയുന്നു, യെശയ്യാവ് മുന്നിലേക്ക് നോക്കി പറയുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ യാഗത്തിന്റെ പേരാണ് ട്രസ്പാസ് സാക്രിഫൈസ്, അകൃത്യയാഗം. ലേവ്യ പുസ്തകത്തിലും 2 അധ്യായങ്ങളിൽ മേജർലി അത് പറയുന്നു. ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിൽ, ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിൽ, ലേവ്യ പുസ്തകം 5:14, ലേവ്യ പുസ്തകം 5:14, അതുപോലെ ലേവ്യ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ, ലേവ്യ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ, സ്തോത്രം, അതെ, അകൃത്യ യാഗമായി തീർന്നു. എന്തിനാ അകൃത്യ ആയി തീർന്നത്? കൃത്യമല്ല, അനുസരണക്കേടിന്റെ പ്രായശ്ചിത്തമാണ് അത്. അനുസരണക്കേട്. ഏതെങ്കിലും തോട്ടത്തിൽ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചാക്കി വെച്ചു. നമുക്ക് ആ സൺഡേ സ്കൂൾ സ്റ്റോറി അറിയാം. തൊടല്ലെന്ന് പറഞ്ഞു, അതിനെ തന്നെ തൊട്ടു. അതെ, തിന്നല്ലെന്ന് പറഞ്ഞു, അതിനെ തന്നെ തിന്നു. മനുഷ്യന്റെ സ്തോത്രം അടിസ്ഥാനപരമായിട്ടുള്ള കുഴപ്പം അതാണ്. ഏത് ചെയ്യല്ലെന്ന് പറയോ അത് തന്നെ ചെയ്യും. ഓവർ സ്പീഡ് ഉണ്ടാക്കല്ലെന്ന് പറയും, പക്ഷെ നമ്മൾ തന്നെ MC റോഡ് വഴി പോകുമ്പോൾ 80-ലേ പോകത്തുള്ളൂ. 70 വരെയാണ് സ്പീഡ് ലിമിറ്റ്, ഞാൻ ഉൾപ്പെടെയുള്ളവർ. സ്തോത്രം, അതെ, NH-47 80 സ്പീഡ്. നമ്മൾ വണ്ടി ഇല്ലെങ്കിൽ 90-ലേ പോകത്തുള്ളൂ. മനുഷ്യന്റെ സ്വഭാവമാണത്. സ്തോത്രം, നിയമലംഘികളായി മനുകുലം മുഴുവനായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അനുസരിക്കണം. എല്ലാവരും ചുറ്റിയിരിക്കുന്ന എല്ലാവരും നോക്കി പറ, നമ്മളെല്ലാം അനുസരിക്കണം. ഒന്ന് പറഞ്ഞേ, നമ്മൾ അനുസരിക്കണം. മക്കളെല്ലാം പറഞ്ഞ് അനുസരിക്കണം. നിങ്ങൾ പറയുന്ന മാതാപിതാക്കൾ അനുസരിക്കണം എന്നല്ല എങ്കിൽ പറഞ്ഞത്, മാതാപിതാക്കൾ പറയുന്നത് നീ അനുസരിക്കണം. അതാണ് അനുഗ്രഹം. അനുസരണമാണ് അനുഗ്രഹം. അനുസരണമാണ് അനുഗ്രഹം. മിൽമയിൽ പാല് മേടിക്കാൻ ഞാൻ കയറുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു കവർ കരുതിയിരിക്കും. കാരണം മിൽമയിൽ പാല് മേടിക്കുവാൻ സ്തോത്രം കവറില്ലാതെ പറ്റത്തില്ല. അനുസരണം എന്ന കവറിൽ മാത്രമേ അനുഗ്രഹത്തെ ദൈവം പകരത്തുള്ളൂ. കിടക്കുന്നു. അനുസരണം എന്ന കവറിൽ മാത്രമേ അനുഗ്രഹത്തെ ദൈവം പകരത്തുള്ളൂ. അതുകൊണ്ട് അനുസരിക്കുന്ന ബോയ് ആയിരിക്കുക, അനുസരിക്കുന്ന ഗേൾ ആയിരിക്കുക. നിങ്ങൾ അനുഗ്രഹം വേണമെന്ന് പറയുന്നെങ്കിൽ 10ാം ക്ലാസ് ആയിരിക്കാം, +2 ആയിരിക്കാം, കോളേജ് ക്ലാസ് ആയിരിക്കാം. ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിലേ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വളർന്നതായിരിക്കാം. ജീവിതം അനുഗ്രഹിക്കപ്പെടണം. എൻ്റെ പപ്പ ഇന്ന് വിളിച്ചിട്ട് എന്നെ ഷൗട്ട് ചെയ്തു. റിയലി പപ്പ എന്നെ വഴക്ക് പറഞ്ഞു. സ്തോത്രം, അതെ. പിന്നെ മാതാവാണ് ഇടിവിൽ നിന്നത്. ഞാൻ കത്തോലിക്ക മാതാവിൻ്റെ കാര്യമല്ല പറഞ്ഞേ, എൻ്റെ മാതാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഉറങ്ങിയിരുന്ന പകുതി മാത്രം കേട്ടിട്ട്, ഓ ബ്രദറും മറ്റവനെ പോലെ കത്തോലിക്ക ചെന്ന പിശാചി യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ മമ്മി പറഞ്ഞു, പോട്ടെ സാരമില്ല. കാരണം പപ്പ എന്താ ഷൗട്ട് ചെയ്തേ, നിന്നെ കണ്ടിട്ട് കുറച്ച് നാളായി. ഞാൻ പറഞ്ഞു, പപ്പ ലോക്ക്ഡൗൺ. പപ്പ പിന്നെയാണ് പപ്പയ്ക്ക് മമ്മി പറഞ്ഞപ്പോഴാണ് ട്യൂബ്ലൈറ്റ് എത്തിയത്. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ പപ്പയ്ക്ക് കാണണം. അപ്പോൾ നമ്മളെന്നെ തിരിച്ചു പറയത്തില്ല. സ്തോത്രം, ലോക്ക്ഡൗൺ അത് നമുക്ക് അനുഗ്രഹമാണ്. മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നത് അനുഗ്രഹമാണ്, അനുഗ്രഹമാണ്. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ പെട്ടെന്നങ്ങ് പൊടിയട്ടെ എന്ന് പറയുന്നതല്ല ശുശ്രൂഷ. അതിനൊരു വിലയുണ്ട്. ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സ്തോത്രം അനുസരിക്കണം. ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കണം. അവൻ ഏത് പെപ്സി ബോട്ടിൽ പോലെ ഇരുന്നാലും, ഏത് പഴയ സോഡ കുപ്പിയെ ഓർമ്മ വരുന്നത് പോലെ ഇരുന്നാലും അനുസരിക്കണം. അനുസരണ ഇല്ലാതെ ഏതവൾ ചാടിയിട്ടുണ്ടോ അവിടെ എല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. ചില ആൻറ്റിമാർക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടത്തില്ല. അവരെന്നെ ഡിസ്ക്രൈബ് ചെയ്യായിരിക്കും, ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കും. പക്ഷേ നീ കത്തുന്ന നരകത്ത് പോകുന്നതിനേക്കാളും എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. സ്തോത്രം, ഇത് അനുസരണ ലംഘികളുടെ പുസ്തകമല്ല, ഇത് അനുസരിക്കുന്നവരുടെ പുസ്തകമാണ്. ഇല്ല ബ്രദറെ, എനിക്ക് മാത്രമേ അന്യഭാഷയുള്ളൂ, എൻ്റെ അച്ചായനില്ല.
ഓക്കെ, സ്തോത്രം. നിനക്ക് അന്യഭാഷ ഉണ്ടല്ലോ, അത് അനുസരണക്കേടിൻ്റെ അന്യഭാഷയാണെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വരുന്നു അതിനെ ശാസിച്ച് പുറത്താക്കാൻ. നിനക്ക് മനസ്സിലായില്ല, കമോൺ പോയി. അനുസരണക്കേടിൻ്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവ്, അനുസരണത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് സ്തോത്രം, ഒന്നാമത്തെ ആദം ലംഘിച്ചു, ഒടുക്കത്തെ ആദം അനുസരിച്ചു. ഒന്നാമത്തെ ആദം ലംഘിച്ചു, ഒടുവിലത്തെ ആദം അനുസരിച്ചു. സ്തോത്രം, അതാണ് രണ്ടാമത്തെ ആദം. അതുകൊണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങളെ അനുസരിച്ചിട്ട് വേണം ആരാധിക്കാൻ. അനുസരണക്കേട് കാണിച്ചിട്ട് ആരാധിച്ചാൽ ദൈവം പറയും സ്തോത്രം, വേണ്ട ഭയങ്കര നാറ്റമായിരിക്കുന്നു. അവൻ സ്തോത്രം പറയും ഭയങ്കര നാറ്റമാണ്, കാരണം അവൻ അനുസരണക്കേടിൽ നിന്നാണ് ആരാധിക്കുന്നത്. ദൈവത്തിൻ്റെ വിധികളെ, ചട്ടങ്ങളെ, പ്രമാണങ്ങളെ എന്ന് പറഞ്ഞാൽ വചനത്തെ, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാത്തവൻ്റെ ആരാധന ദൈവത്തിന് വേണ്ട. ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാത്തവൻ്റെ ആരാധന ദൈവത്തിന് വേണ്ട. അത് ശബ്ദ മലിനീകരണമാണ്. ദൈവവചനത്തെ അനുസരിച്ചാണ് സാക്രിഫൈസ് ചെയ്യേണ്ടത്, ദൈവത്തെ ആരാധിക്കേണ്ടത്. നമ്പർ 3, മൂന്നാമത്തെ സ്തോത്രം, മൂന്നാമത്തെ യാഗമാണ് പീസ് ഓഫറിങ്, സമാധാന യാഗം. ലേവ്യാപുസ്തകം 3-ാം അധ്യായം, ലേവ്യാപുസ്തകം 7-ാം അധ്യായം, 2 അധ്യായങ്ങളിൽ കിടക്കുന്നു സമാധാന യാഗം. ലേവ്യാപുസ്തകം 3-ാം അധ്യായം 7-ാം അധ്യായം 11 മുതൽ 34 വരെ അവിടെ പറയുന്നു സമാധാന യാഗം. എല്ലാവരും പറഞ്ഞാട്ടെ, എന്തോ സമാധാനം? എല്ലാ സമാധാന പുത്രന്മാരും സമാധാന പുത്രിമാരും പറഞ്ഞ് വഴക്കാളികൾ മിണ്ടാതിരിക്കട്ടെ. സ്തോത്രം. എല്ലാ സമാധാന പുത്രന്മാരും സമാധാന പുത്രിമാരും പറഞ്ഞ് മൂന്നാമത്തെ യാഗത്തിൻ്റെ പേരെന്താണ്? സമാധാന യാഗം. ദൈവത്തോട് സമാധാനം, ദൈവത്തിൻ്റെ മക്കളോടും സമാധാനം. ദൈവത്തോട് സമാധാനം, ദൈവത്തിൻ്റെ മക്കളോട് സമാധാനം. തമ്മിലടിക്കാൻ യേശുവിനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കത്തുന്ന നരകത്തിന് നിന്റെ സീറ്റ് ഉറപ്പിച്ചോ. ഹല്ലേലൂയ. തമ്മിലടി ഉണ്ടാക്കുന്നവരും ഗൂഢാലോചന ചെയ്യിപ്പിക്കുന്നതുമല്ല ക്രിസ്തീയ ജീവിതം, പകരം സമാധാന പുത്രന്മാർ. മൂന്നാമത്, അവൻ നമ്മുടെ സമാധാനം അവൻ്റെ മേലായി. 53 പറയുകയാണ് സ്തോത്രം, സമാധാനത്തിൻ്റെ സമാധാന യാഗത്തെക്കുറിച്ച്. ഹല്ലേലൂയ. നമ്മുടെ സമാധാനം. മക്കളെ, അത് കാണിക്കാതെ ആ റെഫറൻസ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ പറഞ്ഞു കൊടുക്കും, ഹോംവർക്ക് ഉഴപ്പിപ്പോകും. അതുകൊണ്ട് ഈ സെക്ഷന് യെശയ്യാപ്രവചനം 53 സ്തോത്രം കാണിച്ചു കൊടുക്കല്ലേ, അത് എൻ്റെ മുമ്പിൽ കാണിക്കല്ലേ. കാരണം ഞാനൊരു ലോല ഹൃദയനാണ്. അതുകൊണ്ട് പലപ്പോഴും സ്തോത്രം ഞാൻ ദയാലുവായതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശു കർത്താവിലായി സമാധാന യാഗം ആയിത്തീരുന്നു. 4-ാമത്തെ യാഗത്തെ വളരെ വേഗം പറയട്ടെ. 4-ാമത്തെ യാഗത്തിൻ്റെ പേരാണ് ഭോജനയാഗം. ഭോജനയാഗത്തിന് തൊട്ട് താഴെ ഹൈഫനിട്ട് എഴുതിക്കോ. എൻ്റെ കൂടെ വരുന്ന മറ്റൊരു യാഗം കൂടിയുണ്ട്, അതിൻ്റെ പേരാണ് പാനീയ യാഗം. ഭോജനയാഗം, അതിൻ്റെ കൂടെ വരുന്ന വേറൊരു യാഗം കൂടിയുണ്ട്, അതാണ് പാനീയ യാഗം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം സ്തോത്രം, 18-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 42 വരെ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഏലിയാവ് ഭോജനയാഗം കഴിക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് തീ ഇറക്കിയത് എന്ന് നിങ്ങൾക്ക് കാണുവാൻ തക്കൊണ്ട് കഴിക്കുന്ന ഭോജനയാഗം. ഹല്ലേലൂയ. ഭോജനയാഗം ലേവ്യ പുസ്തകത്തിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ലേവ്യ പുസ്തകത്തിൽ 2 അധ്യായങ്ങളിൽ സ്തോത്രം ഭോജനയാഗത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 2-ാം അധ്യായം, ലേവ്യ പുസ്തകം 6-ാം അധ്യായം. ലേവ്യ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 16 വരെ, ലേവ്യ പുസ്തകം 6-ാം അധ്യായം 14 മുതൽ 23 വരെ. 2 അധ്യായത്തിലും വേദപുസ്തകം പറയുന്നു എന്താണ്? സ്തോത്രം ഭോജനയാഗം. ഭോജനയാഗം, യെസ്, ഭോജനയാഗം. വിവരിക്കാനൊന്നും നേരമില്ല. ഭോജനയാഗം ഇതെല്ലാം സ്തോത്രം ആരാധനയാണ് കുറിക്കുന്നത്. സ്തോത്രം. മറ്റൊരു പാനീയ യാഗം എവിടെയാണ് എഴുതിയിരിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന് എഴുതിയാണ്, 2 തീമോഥെയോസ് 4:6. സ്തോത്രം. ഇപ്പോൾ തന്നെ ഞാൻ പാനീയ യാഗമായി ഒഴുകുവാൻ സ്തോത്രം കാത്തിരിക്കുന്നു. 2 തീമോഥെയോസ് 4:6. ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. ഇപ്പോൾ തന്നെ ഞാൻ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണവും അടുത്തിരിക്കുന്നു. അടുത്ത വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഞാൻ നല്ല പോർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കാൻ. എന്നെ തൊട്ട് മുൻപ് തൻ്റെ ഡെഡിക്കേഷൻ, തൻ്റെ സമർപ്പണം താൻ പറയുകയാണ്. തൻ്റെ ജീവിത സമർപ്പണം പറയുന്നു. ജീവിത സമർപ്പണം. അപ്പം ആരാധന എന്ന് പറയുന്നത് സ്തോത്രം ജീവിതത്തിൻ്റെ ആഘോഷമല്ല. ആരാധന എന്ന് പറയുന്ന ജീവിത സമർപ്പണമാണ്. എഴുതിയെടുക്കാൻ ലൈഫ് സബ്മിഷൻ, എ ടോട്ടൽ സറണ്ടർ, അതാണ് ആരാധന. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു സ്തോത്രം ആരാധനയുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ പറഞ്ഞപ്പോൾ വീണ് കിടക്കുകയാണ്. അതാണ് ആരാധന, വീണ് കിടക്കുകയാണ്. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ അതായത് ദൈവത്തിൻ്റെ സന്നിധികളിൽ തൻ്റെ സമർപ്പണം പറയുകയാണ്. ഞാനും ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. ഇത് വലിയൊരു പാനയെന്ന് ചിന്തിച്ച്, ഒരു വലിയ പാന, ഗൂജ പോലെ ഇരിക്കുന്ന ഒരു പാന,
ഗൂജ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഗൂജ പോലെ ഇരിക്കുന്ന ഒരു സ്തോത്രം പാത്രം, അത് ഉടച്ചു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്നതായ ലായനി ഒരു തുള്ളി പോലും നീക്കിയില്ല, ഒരു തുള്ളി പോലും ബാക്കിയില്ലാതെ, നീക്കിയിരിപ്പില്ലാതെ ഒഴിക്കപ്പെട്ടു പോകുന്നു. അതിൻ്റെ പേരാണ് പാനീയയാഗം. നമ്മുടെ ലൈഫ് അതായിരിക്കണം സഹോദരങ്ങളെ. നമ്മുടെ ദർശനം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ മിഷനെ കുറിച്ചുള്ള സ്വപ്നം, ഇതൊന്നുപോലും സ്തോത്രം നമ്മുടെ ശവക്കുഴിയിൽ പോകാതെ ഇത് മുഴുവനും ഈ ഭൂമിയിൽ ഒഴുക്കപ്പെട്ടിട്ട് വേണം നമ്മൾ നിത്യതയിലേക്ക് പറന്നു പോകുവാൻ. ദൂതന്മാർ വന്നിട്ട് സുരേഷ് വാ നമുക്ക് പോകേണ്ട നേരമായി എന്ന് പറഞ്ഞു ദൂതൻ വന്ന് വിളിക്കുമ്പോൾ, ഞാൻ ഞായറാഴ്ച വീണ്ടും പറയും, ദൂതൻ വന്ന് കാരണം എൻ്റെ സഭയെ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. സ്തോത്രം. അതെ, ദൂതൻ വന്ന് നമ്മളെ വിളിക്കുമ്പോൾ വാ പോവാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, അയ്യോ ദൂതനെ എനിക്ക് കുറച്ചുകൂടെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു, ഐ എം സോറി എന്ന് പറഞ്ഞിട്ടല്ല പോകേണ്ടത്. എപ്പോഴാണ് ഒറ്റലായി സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് പാനീയയാഗമായി ഞാൻ ഒഴുക്കപ്പെടട്ടെ, ഞാൻ ഉടഞ്ഞ് ഒഴുക്കപ്പെടട്ടെ. ഇത് ഭംഗിവാക്കല്ല പറയേണ്ടത്, ഇതിങ്ങനെയല്ല പ്രസംഗിക്കേണ്ടത് അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടത്, ഇത് നിലവിളിച്ചു പറയേണ്ടതാണ്. കർത്താവേ, പാനീയയാഗമായി ഞാനൊന്ന് ഉടഞ്ഞ് ഒഴുകട്ടെ, ഉടഞ്ഞ് ഒഴുകട്ടെ. നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ, നിങ്ങൾ ആരാധിക്കുമ്പോൾ, ആരാധിക്കുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുമ്പോൾ, കർത്തൻ നീ എന്ന് പറഞ്ഞ് ആരാധിക്കുമ്പോൾ, പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച യേശു നല്ലവൻ അവൻ വല്ലഭൻ ആൻഡ് സോ ഓൺ. അത് സ്തുതിഗാനങ്ങളാകട്ടെ, അത് ആരാധന ഗീതങ്ങളാകട്ടെ, ദൈവത്തിന് കൃപയാൽ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകേണ്ട ചിത്രം ഇതാണ്. സ്തോത്രം. ആരാധന വർഷിപ്പ് ലീഡർ അവിടെയുണ്ടോ? പാസ്റ്ററിനെ നോക്കുന്നു, കൊയർ പാടുന്നു, കീബോർഡ് ഉണ്ടോ, ബേസ് ഗിറ്റാർ ഇല്ലയോ? ഇതൊന്നും നിങ്ങളുടെ ആരാധനയെ ബാധിക്കുന്നില്ല. മനുഷ്യന് നിങ്ങളുടെ ആരാധനയെ തടയാൻ പറ്റത്തില്ല, മനുഷ്യന് നിങ്ങളുടെ ആരാധനയെ കൂട്ടാനും പറ്റത്തില്ല. നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രദർശനമാണ് ആരാധന. നീ നിന്റെ ദൈവവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ പ്രദർശനമാണ് ആരാധന. ഞാൻ വീണ്ടും അത് പറയും. സ്തോത്രം. അതുകൊണ്ട് ഒരു സാക്രിഫൈസ് ആണ്, ഉടഞ്ഞ് ഒഴുകുകയാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഉടഞ്ഞ് ഒഴുകിയാട്ടെ. പെട്ടെന്ന് പറഞ്ഞേ, ഉടഞ്ഞൊഴുകിയാണ്. മീൽ ഓഫറിങ്. സ്തോത്രം. അഞ്ചാമത്തെ എന്തുവാ? സാക്രിഫൈസ് ആണ്, ബേൺഡ് ഓഫറിങ്. അഞ്ചാമത്തെ യാഗമാണ്. സ്തോത്രം. അഞ്ചാമത്തെ യാഗമാണ് ബേൺഡ് ഓഫറിങ്. എന്തോ ബേൺഡ് ഓഫറിങ്. കർത്താവേ സ്തോത്രം. അതെ, ഉൽപ്പത്തി പുസ്തകം 22 നോക്കിയാലേ അറിയത്തുള്ളൂ. മോര്യാമരിയിൽ കൊണ്ടുപോയി അവനെ, സ്തോത്രം, മോര്യാമരിയിൽ അവനെ കൊണ്ടുപോയി ഹോമയാഗം കഴിക്കുക. ബേൺഡ് ഓഫറിങ്, ഹോമയാഗം കഴിക്കുക. താങ്ക് യു. ഹോമയാഗം കഴിക്കുക, ഹോമയാഗം. എല്ലാവരും പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി, ഹോമയാഗം. ഒരിക്കൽ കൂടെ, ഹോമയാഗം കഴിക്കുക. സ്തോത്രം. അതെ, ഹോമയാഗത്തെക്കുറിച്ച് എവിടെ എഴുതിയിരിക്കുന്നത്? ലേവ്യ പുസ്തകത്തിൽ ഹോമയാഗത്തെക്കുറിച്ച് 3 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ലേവ്യ പുസ്തകം 1:4, ലേവ്യ 1:4, ലേവ്യ പുസ്തകം 6:8 മുതൽ 18 വരെ, ലേവ്യ പുസ്തകം 6:8 മുതൽ 18 വരെ, ലേവ്യ പുസ്തകം 8 തന്നെ. സ്തോത്രം. അതെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ, ലേവ്യ പുസ്തകം 8 മുതൽ 21 വരെ, ലേവ്യ പുസ്തകം 6:8 മുതൽ ലേവ്യ പുസ്തകം 6:8 മുതൽ 18 വരെ, ലേവ്യ പുസ്തകം 8 18 മുതൽ 21 വരെ, ലേവ്യ പുസ്തകം 1, ലേവ്യ പുസ്തകം 6, ലേവ്യ പുസ്തകം 8. ഈ 3 അധ്യായത്തിലും എഴുതിയിരിക്കുന്നതാണ് ഏത്? സ്തോത്രം. ഹോമയാഗം, ബേൺഡ് ഓഫറിങ്. ബേൺഡ് ഓഫറിങ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ആ യാഗപീഠത്തിൽ നിങ്ങളത് വച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിച്ചമെടുക്കാനില്ല, അത് മുഴുവൻ എരിഞ്ഞ് ചാരമാക്കിയാണ്. നിങ്ങൾ വച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിച്ചമെടുക്കാനില്ല. സ്തോത്രം. അതുകൊണ്ടാണ് എബ്രായർ 11 അബ്രഹാമിൻ്റെ യാഗത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അവൻ വിശ്വാസത്താൽ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി അബ്രഹാമിൻ്റെ കോൺഷ്യസിൽ, അബ്രഹാമിൻ്റെ സ്തോത്രം, അതെ, ചിന്താമണ്ഡലത്തിൽ എന്താണ്? സ്തോത്രം, അവൻ ടോട്ടലി അർപ്പിച്ചു കഴിഞ്ഞ്, അക്ഷരീകമായി മാത്രം അത് സംഭവിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ ടോട്ടലി സ്തോത്രം, ആ ടോട്ടൽ സറണ്ടർ അവിടെ സ്തോത്രം അതെ നടന്നു കഴിഞ്ഞു. സോ എബ്രായർ 11:17 വായിക്കുമ്പോൾ, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അത് മെൻറ്റാലിറ്റിയാണ്, മനോഭാവത്തെയാണ് ദൈവം നോക്കുന്നത്. അല്ല പുറമേ വെളിപ്പെടുന്നതായി ബഹളത്തെയല്ല ദൈവം നോക്കുന്നത്. വേണ്ടേ, നമ്മൾ ബഹളമാണ് പലപ്പോഴും നോക്കുന്നത്. എത്ര ബഹളം ഉണ്ടായി! ബഹളമുണ്ട് സഹോദരങ്ങളെ. ഞാനും ഏറ്റവും കൂടുതൽ ബഹളം വയ്പ്പിച്ച് പ്രസംഗിപ്പിക്കുന്ന ഒരാളാണ്.
എന്നെ ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരും സ്തോത്രം എന്നെ വിമർശിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയല്ല പ്രസംഗിക്കേണ്ടത്. ശാന്തമായി മുഖത്തിരിക്കുന്ന ഈച്ച പോലും പറക്കാതെ, നരകത്തിനൊരു കേടും പറ്റാതെ പിശാച് യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ജീവിക്കുന്നെങ്കിൽ നന്നായി ജീവിക്കുക, പ്രസംഗിക്കുന്നെങ്കിൽ നന്നായി പ്രസംഗിക്കുക. സ്തോത്രം. അതുകൊണ്ട് മനോഭാവം, നിങ്ങളെ ബഹളമല്ല ദൈവത്തിന് വേണ്ടിയത്. അബ്രഹാമിൻ്റെ മനോഭാവം, അബ്രഹാം സ്തോത്രം അത് ഇസഹാക്കിനെ അർപ്പിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. സ്വജീവിതം അവണ്ണമാകട്ടെ, ഒരു ഉരുകിത്തീരുന്ന മെഴുകുതിരി പോലെ. അതാണ് നമ്മുടെ പ്രേസ്. അതുകൊണ്ട് സ്തോത്രം. വീണ്ടും ആ 5 യാഗങ്ങൾ നോക്കുമ്പോൾ, പാപയാഗം, അകൃത്യയാഗം, സമാധാനയാഗം, ഭോജനയാഗം, ഹോമയാഗം, ഈ യാഗം പോലെ ഇറ്റ് ഈസ് സാക്രിഫൈസ് ഓഫ് പ്രേസ്. അതുകൊണ്ട് യാഗമെന്ന് പറയുമ്പോൾ ഒരു കരച്ചിലുണ്ടല്ലേ. പക്ഷികളാകട്ടെ, ആടുകളാകട്ടെ, കാളകളാകട്ടെ, യാഗമാകുന്ന മൃഗത്തിന് അത് പിടിച്ച് നിർത്തി കത്തി വയ്ക്കുമ്പോൾ ഒരു കരച്ചിലുള്ളത് പോലെ, ഞാൻ ബാലൻസ് ചെയ്ത് ഇങ്ങനെ പറയട്ടെ, കണ്ണുനീരില്ലാത്ത ഒരു ആരാധന നമുക്ക് വേണ്ട. ദൈവത്തിൻ്റെ മുമ്പിൽ ആണേ, മനുഷ്യൻ്റെ മുമ്പിലല്ല. ദൈവത്തിന് മുമ്പിൽ ദൈവസ്നേഹം ഓർക്കുമ്പോൾ, കാൽവരി എന്ന കൊല്ല മരത്തിൽ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഈ 5 യാഗങ്ങൾ വളരെ കൃത്യമായി സംസാരിക്കുമ്പോൾ, ആ ദൈവസ്നേഹത്താൽ സ്പർശിക്കപ്പെട്ട നിങ്ങൾക്ക് കണ്ണുനീരില്ലാത്ത ഒരു ആരാധന നമുക്ക് വേണ്ട. ഈ വലിയ ഉണർവുകൾ പല സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ അവിടെ വെളിപ്പെട്ടത് ഭയങ്കര ബഹളമല്ല വെളിപ്പെട്ടത്. നമ്മൾ ഈ ബഹളങ്ങൾക്കാണ് ഉണർവെന്ന് പേര് വിളിക്കുന്നത്. സ്വർണ്ണത്തെ കയറി ചെമ്പിനെ കയറി സ്വർണ്ണമേ എന്ന് വിളിക്കുന്നത് പോലെയാണ്. ഒരിക്കൽ കൂടെ, ഈ ചെമ്പിനെ കയറി മഞ്ഞ നിറം കണ്ടിട്ട് സ്വർണ്ണമേ എന്ന് വിളിക്കുന്നത് പോലെയാണ് ബഹളത്തെ നമ്മൾ ഉണർവേ എന്ന് വിളിക്കുന്നത്. ചെമ്പ് ചെമ്പാണ്, സ്വർണം സ്വർണവുമാണ്. എന്തോ തെളിയിക്കും? തീ തെളിയിക്കും. സ്തോത്രം. ഈ ബഹളം ഉണ്ടാക്കുന്ന എല്ലാവരെയും പിടിച്ച് തീയിലൂടെ കടത്തിവിടണം. ഞാൻ പറഞ്ഞ ലിറ്ററിയിലുള്ള തീയല്ല, ദൈവം നമ്മെ നടത്തുന്നതായ തീ ചൂളയിലൂടെ പോകുമ്പോൾ അപ്പോൾ അറിയാം ഈ ബഹളം ഉണ്ടാക്കുന്ന അമ്മമാര് ഒന്നുകിലും മെഴുകാണോ അല്ല അവർ സ്വർണം പോലെ തിളങ്ങുമെന്ന്. അപ്പോൾ ബഹളമല്ല സ്തോത്രം ഉണർവെന്ന് പറയുന്നത്. ഉണർവ് ആരംഭിക്കുന്നത് ബഹളത്തിലല്ല, ഉണർവ് ആരംഭിക്കുന്നത് കണ്ണുനീരിലാണ്. ഉണർവ് ആരംഭിക്കുന്നത് ബഹളത്തിലല്ല, ഉണർവ് ആരംഭിക്കുന്നത് കണ്ണുനീരിലാണ്, ഏറ്റുപറച്ചിലാണ്, മുട്ടിന്മേലാണ്. കണ്ണുനീരും ഏറ്റുപറച്ചിൽ മുട്ടിന്മേലാണ് ഉണർവ്. 1990-കളിലൊക്കെ അമേരിക്കൻ ഐക്യനാടിൽ പല ഭാഗങ്ങളിൽ ശക്തമായ ഉണർവുണ്ടായിരുന്നു. 1997-99 അമേരിക്കൻ ഐക്യനാടിൽ പോകുമ്പോൾ ഞങ്ങളുടെയൊക്കെ മിക്കവാറും മീറ്റിംഗ് എന്നല്ല, മിക്കവാറും എല്ലാ മീറ്റിങ്ങും മിഡ് നൈറ്റ് ആയിട്ട് നിർത്താൻ പറ്റത്തുള്ളൂ. 1 മണിക്കൂർ 1.5 മണിക്കൂർ പ്രസംഗിച്ചാൽ പിന്നെ കർത്താവ് അങ്ങ് ഇറങ്ങി നിൽക്കുക, ജനം പോകത്തില്ല. കർത്താവ് ഇറങ്ങിയാൽ ജനം പോകത്തില്ലല്ലോ. സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, അതെ, അർദ്ധരാത്രി വരെയൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് പുലർക്കാതെ ഞങ്ങളെ ഭക്ഷണം കഴിച്ച് 2 മണിക്കും 3 മണിക്കും ഒക്കെ കിടക്കയിൽ സ്തോത്രം വീണതായ ദിവസങ്ങൾ ഓർക്കുന്നത്. കിടക്കാൻ വേണ്ടി പോകുമ്പോൾ പുലർക്കാലം 3 മണിയാകും. അത്ര വലിയ ദൈവസാന്നിധ്യം സ്തോത്രം അമേരിക്കൻ ഐക്യനാടിൽ അന്നാളുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഉണർവുകളെക്കുറിച്ച് കേട്ടത് ഇതാണ്. അവിടെ മ്യൂസിക് മിനിസ്ട്രി ഉണ്ട്, അവിടെ അഷേഴ്സിൻ്റെ മിനിസ്ട്രി ഉണ്ട്, അങ്ങനെ പല മിനിസ്ട്രികളുണ്ട്, പല ശുശ്രൂഷകളുണ്ട്. ആൾക്കാരെ ഇരുത്തുന്ന അഷേഴ്സ്, സ്തോത്രം, അതെ, കൊയർ, ആ മ്യൂസിക് മിനിസ്ട്രി ആൻഡ് സോ ഓൺ, പ്രീച്ചിങ് മിനിസ്ട്രി, ഓഫ് കോഴ്സ് എല്ലാം ഉണ്ട്. അതുപോലെ അവിടെ നമ്മുടെ നാട്ടിൽ കേൾക്കാത്ത ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു, അതായിരുന്നു ക്ലിനിക്സ് മിനിസ്ട്രി. കേട്ടിട്ടുണ്ടോ? ക്ലിനിക്സ് മിനിസ്ട്രി. എന്താ ക്ലിനിക്സ്? ടിഷ്യൂ പേപ്പർ. സ്തോത്രം. അമേരിക്കൻകാരുടെ പോക്കറ്റിൽ 4 5 അല്ലെങ്കിൽ 2 3 ടിഷ്യൂ പേപ്പർ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ മീറ്റിങ്ങിന് വരുന്നത്. ആ പ്രസംഗത്തിൻ്റെ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഉള്ള ടിഷ്യൂ പേപ്പർ മുഴുവൻ കുളമാവും, കണ്ണുനീർ കൊണ്ട് കുതിർക്കപ്പെടും. അപ്പോൾ അടുത്ത ടിഷ്യൂ പേപ്പർ അപ്പുറത്തോ ആ ലോബിയിലോ ഒക്കെ പോയി എടുക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും എന്താകും? ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ എന്തു ചെയ്യും? അവിടെ സ്തോത്രം ക്ലിനിക്സ് ബോക്സുമായി ചിലരിങ്ങനെ ചുറ്റി നടക്കും. അവരുടെ മിനിസ്ട്രിയുടെ പേരാണ് ക്ലിനിക്സ് മിനിസ്ട്രി. ഞാൻ കാണാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ക്ലിനിക്സ് മിനിസ്ട്രി എന്നാണൊന്ന് ആരംഭിക്കുന്നത്? ചുമ്മാ പ്രസംഗം കേട്ട് എത്ര പ്രസംഗം. ഞങ്ങളൊന്ന് സന്ദർശിക്കണമേ, ഞങ്ങളെ കഠിന ഹൃദയങ്ങളൊന്ന് ഉടയ്ക്കണമേ, ഞങ്ങളൊന്ന് സന്ദർശിക്കണമേ, ഞങ്ങളെ കഠിന ഹൃദയങ്ങളെ ഒന്ന് ഉടയ്ക്കണമേ.
ഞങ്ങളൊന്ന് സന്ദർശിക്കണമേ. പറ, ഞങ്ങളുടെ കഠിന ഹൃദയങ്ങളെ ഒന്ന് ഉടയ്ക്കണമേ. ഞങ്ങളൊന്ന് സന്ദർശിക്കണമേ. ഞങ്ങളുടെ കഠിന ഹൃദയങ്ങളെ ഒന്ന് ഉടയ്ക്കണമേ. ഞങ്ങളുടെ ആത്മീയ അഹങ്കാരങ്ങളെ ഒന്ന് മാറ്റണമേ. ഞങ്ങളെ ജഡത്തെ, ഞാനെന്ന ഭാവത്തെ എല്ലാം ഒന്ന് എരിച്ച് ഭോജനയാഗത്താലൊന്ന് ചാരമാക്കണമേ. ഞങ്ങൾ ആരാണ്ടാണ് എന്ന ഭാവത്തെ ഞങ്ങളിതൊന്ന് മാറ്റണമേ. ഞങ്ങൾക്ക് ഏതാണ്ടൊക്കെ കഴിയും, ഞങ്ങൾക്ക് ഏതാണ്ടൊക്കെ അറിയാം എന്നുള്ള ആത്മീയ അഹങ്കാരത്തെ ഞങ്ങളിതൊന്ന് മാറ്റണമേ. അപ്പുറത്തെ ചർച്ചിനും ഇപ്പുറത്തെ ദിവ്യദാസിനേക്കാൾ ഞങ്ങൾക്ക് ഏതാണ്ടൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നതെല്ലാം ഞങ്ങളിതൊന്ന് മാറ്റണമേ. നമുക്കൊന്ന് ഡിസപ്പിയർ ആകാം. അപ്പോഴേ കർത്താവിന് നമ്മിൽ അപ്പിയർ ആകാൻ കഴിയത്തുള്ളൂ. ക്ലീനിസ് മിനിസ്ട്രി. സ്തോത്രം. നിങ്ങളുടെ യാത്ര മഹത്വത്തിലേക്കായിരിക്കണേ. പ്രൈസ്, വർഷിപ്പ് ആൻഡ് താങ്ക്സ് ഗിവിങ്. താങ്ക്സ് ഗിവിങ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഒന്നാമത് താങ്ക്സ് ഗിവിങ്, രണ്ടാമത് പ്രൈസ്. 5 മിനിറ്റ് കൊണ്ട് വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. എൻ്റെ പേരാണ് വർഷിപ്പ്, ആരാധന. എഴുതിയെടുക്കുക. വാട്ട് ഡു യു മീൻ ബൈ ആരാധന? എന്താണ് ആരാധന? വാട്ട് ഡു യു മീൻ ബൈ വർഷിപ്പ്? വർഷിപ്പ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ആരാധന. എക്സ്പ്രഷൻ ഓഫ് ലവ്. എക്സ്പ്രഷൻ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ആരാധന എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ആരാധന. സ്തോത്രം. സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ആരാധന. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം ആരാധിക്കുകയാണ്. ആരാധനയുടെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരധ്യായമാണ് 3 അധ്യായം ഞാൻ പറയും. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം. 3 അധ്യായങ്ങൾ. വെളിപ്പാട് 4-5. അതിന് സിമിലറായി യെശയ്യാ പ്രവചനം 6-ാം അധ്യായം. അവിടെ ഇതാ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ സെറാഫുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. സെറാഫുകൾക്ക് എത്ര ചിറകുണ്ട്? 6 ചിറകുണ്ട്. ഐ മീൻ റൈറ്റ്? സെറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. അറിഞ്ഞുകൂടാത്തവർ എഴുതിയെടുക്കണം. സെറാഫിന് 6 ചിറക്, അതേസമയത്ത് കെരൂബിന് 4 ചിറക്. കെരൂബിന് 4 ചിറക്. മറ്റു ദൂതന്മാർക്ക്, പ്രത്യേകിച്ച് ഓർഡിനറി കോമൺലി നമ്മൾ പറയുന്ന ദൂതന്മാർക്ക് ചിറകില്ല. ഹല്ലേലൂയ. ദൂതന്മാർക്ക് ചിറകില്ല. സെറാഫിന്, കെരൂബിന്, അതെ സ്തോത്രം, ചിറകുണ്ട്. പിന്നെ ചിറകുള്ള ദൂതനെ നമ്മൾ കാണണമെങ്കിൽ ഡിസംബർ മാസം 20-ാം തീയതിക്ക് ശേഷം ഒരു 30-ാം തീയതിക്ക് ഇടയ്ക്ക് ക്രിസ്മസ് സീസണിൽ മാത്രമേ ചിറകുള്ള ദൂതൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓ കം ലെറ്റ് us ആ ക്രിസ്മസ് ഗാനത്തിന് നമ്മൾ ചിറകൊക്കെ വാടകയ്ക്കെടുത്ത് പിള്ളേർക്ക് കെട്ടി വെക്കും. പക്ഷേ സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിന് അത് ആധികാരികത ഇല്ല. ഗബ്രിയേൽ ഇറങ്ങിയപ്പോഴോ മിഖായേൽ ഇറങ്ങിയപ്പോഴോ സ്തോത്രം അവർക്ക് ചിറകുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. സെയിം ടൈം തെറ്റിദ്ധരിക്കരുത്. കെരൂബിന് 4 ചിറകുണ്ട്, സെറാഫിന് 6 ചിറകുണ്ട്. ഓക്കെ, സെറാഫിലേക്ക് നോക്കിയേ. ഏതോ ഒരു സെഷന് ഞാൻ പറയുകയുണ്ടായി. സെറാഫിന് 6 ചിറകളിൽ 2 ചിറകുകൊണ്ട് മുഖം മൂടുന്നു, 2 ചിറകുകൊണ്ട് പാദം മൂടുന്നു, 2 ചിറകുകൊണ്ട് പറക്കുന്നു. 3-ൽ 2 ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. 2/3 66% ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. 33% മാത്രമാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. ഹല്ലേലൂയ. സോ 3:2. സ്തോത്രം. നോക്കണമേ, 3-ൽ 2 ഭാഗം സ്തോത്രം അതെ എന്തിന്? ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. 3-ൽ 2 ഭാഗം. 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് പാദം മൂടി, 2 ചിറകുകൊണ്ട് പറന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. അതിനർത്ഥം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ ഇരിക്കുകയാണ്. ആരെപ്പോലെ? സ്തോത്രം, മറിയെ പോലെ. ലാസറിൻ്റെ സഹോദരി മറിയ യേശുവിൻ്റെ പാദത്തിൽ ഇരുന്നതുപോലെ അവർ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ
അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ദാറ്റ് മീൻസ് അവർ 13-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 13:2, അപ്പോസ്തലപ്രവൃത്തി 13:2 അവിടെ വായിക്കുമ്പോൾ, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ആദിമസഭയുടെ പ്രത്യേകതയാണ്, അന്ത്യോക്യ ചർച്ചിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് മീൻസ് 2 ചെറുകൊണ്ട് മുഖം മൂടി, 2 ചെറുകൊണ്ട് പാദം മൂടി ഇരുന്നപ്പോൾ, അപ്പോഴാണ് ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായി എനിക്ക് വേർതിരിപ്പെടുന്നത് പരിശുദ്ധാത്മാവരോട് സംസാരിച്ചത്. അപ്പൊ ആരാധനയിലാണ് ശബ്ദം വെളിപ്പെടുന്നത്. സ്തുതിയിൽ ദൈവശബ്ദമില്ല, സ്തോത്രത്തിൽ ദൈവശബ്ദമില്ല, ആരാധനയിലാണ് ദൈവശബ്ദം. ഗ്ലോറി. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. സ്തുതിയിലല്ല ദൈവശബ്ദം, സ്തോത്രത്തിലല്ല ദൈവശബ്ദം. നിങ്ങൾ ആരാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്. God dwells over the praises of his people. സ്തുതിയിൽ ദൈവം ഇറങ്ങി വസിക്കുന്നു, ആരാധിക്കുമ്പോൾ ദൈവം ചലിക്കുന്നു, സംസാരിക്കുന്നു. സ്തുതിയിൽ ദൈവം ഇറങ്ങി വസിക്കുന്നു, ആരാധിക്കുമ്പോൾ ദൈവം ചലിക്കുന്നു, അവൻ സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ചലനം നിങ്ങൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സ്തുതിക്കുകയല്ല, പകരം നിങ്ങൾ ആരാധിക്കണം. ദൈവത്തിൻ്റെ ചലനം കാണണമെങ്കിൽ നിങ്ങൾ ആരാധിക്കണം. വീണ്ടും ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കണമെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ആരാധിക്കണം. പലപ്പോഴും മനസ്സിലാകുന്നത് നിങ്ങൾക്ക്, പലപ്പോഴും ഈ തലമുറയ്ക്ക് സംഭവിക്കുന്ന കാര്യം, ഈ 6 ചിറകുണ്ടെങ്കിൽ സ്തോത്രം, അതെ 4 ചിറക് കർത്താവിനെ കൊടുത്ത് കർത്താവിൻ്റെ പാദത്തിലിടുന്ന് അവനെ ആരാധിക്കേണ്ടതാണ്. പക്ഷെ അത് കൊടുക്കത്തില്ല. 6 ചിറകുണ്ടെങ്കിൽ 6 ചിറകും കൊണ്ട് അങ്ങ് ഓടുകയാണ്. ശുശ്രൂഷ. എനിക്ക് കുറേ പാസ്റ്റർമാരെ അറിയാം. ഞാൻ അവരെ വിളിക്കുന്നത് 6 ചിറകുള്ള ഉപദേശി എന്നാണ്. ഒന്നുപോലും ദൈവത്തിന് കൊടുത്തിട്ടില്ല. 6 ചിറകുള്ള ഉപദേശി, എന്നും ശുശ്രൂഷയാണ്. സ്തോത്രം. ദൈവസന്നിധി ഇരിക്കത്തില്ല, പഠിക്കത്തില്ല, പ്രാപിക്കത്തില്ല, കർത്താവിനോട് സംസാരിക്കത്തില്ല, കർത്താവിൽ നിന്ന് കേൾക്കത്തില്ല. പകരം സ്തോത്രം, അതെ അങ്ങ് ശുശ്രൂഷയാണ്. വാട്സപ്പിലൂടെ ശുശ്രൂഷ, സ്തോത്രം, അതെ ഫേസ്ബുക്കിലൂടെ ശുശ്രൂഷ. എത്ര ഇരിക്കുന്നുണ്ട്, എത്രത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാപിക്കുന്നുണ്ട്, എത്ര സമയം ദൈവത്തിന് കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിച്ചാട്ടെ. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും സക്സസ് ആയി തീരുവാൻ, എഫക്റ്റീവായി തീരുവാൻ 2/3 ആർക്ക് കൊടുക്കണം? മനുഷ്യനല്ല, ഫേസ്ബുക്കിനല്ല, 2/3 ദൈവത്തിന് കൊടുക്കണം. ഞാൻ ഇന്ന് രാവിലെയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു സഹോദരനെ ഇംഗ്ലണ്ടിലുള്ള ഒരു ദൈവദാസനുമായി സംസാരിക്കുമ്പോൾ പുള്ളിയെടുത്ത് പറഞ്ഞു, ഇന്ന് നടന്നില്ല കേട്ടോ, ഇന്ന് അത്രയൊന്നും നടന്നില്ല. കാരണം ഈ ദൂതിൻ്റെ ഭൂരിപക്ഷം ഇന്നലെ കർത്താവിനെ ഏൽപ്പിച്ചതാണ്. ഞാൻ ഇന്ന് വളരെ ഭാരപ്പെട്ടെ, എന്താ ഇന്ന് പറയാൻ കിട്ടുന്നത്. പക്ഷേ ഈ ദൂതിൻ്റെ പകുതി ഇന്നലെ, സ്തോത്രം, അത് ഇന്നലെ കൊണ്ടുവന്നതിൻ്റെ പകുതി, എനിക്ക് എഴുതി കൊണ്ടുവന്നതിൻ്റെ പകുതിയെ പറയാൻ പറ്റിയുള്ളൂ. അപ്പോൾ കർത്താവിനറിയാം ഇന്ന് 3 സെഷനാണ്, എന്നെ ടൈം കിട്ടത്തില്ല. ഇന്ന് എനിക്കൊരു 2 മണിക്കൂറേ ദൈവസേന ഇരിക്കാൻ പറ്റിയുള്ളൂ. പക്ഷേ ആ ദൈവദാസനോട് പറഞ്ഞാൽ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഡെയിലി സാധാരണ ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഇരുന്ന് സ്വർഗത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ എത്തുന്നത്. ഹല്ലേലൂയ. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ, 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ. അത് വലിയൊരു കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. എത്രയോ വർഷങ്ങളായി, 2012 മുതൽ 2012, അതിന് മുമ്പ് ധാരാളം അതിന് മുമ്പുണ്ട്. പ്രത്യേകിച്ച് 2012 മുതൽ 2020 ഫെബ്രുവരി വരെ, 2012 മുതൽ 2020 ഫെബ്രുവരി വരെ അപൂർവം സാറ്റർഡേ രാത്രികളെ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. സാറ്റർഡേ ഈവനിങ് അപൂർവം മാത്രമേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. അതിന് മുമ്പുള്ളതായ ഏത് ദൂതുകളും വിമൻ സെൻറ്ററിൽ പ്രസംഗിച്ച് നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, സ്തോത്രം, സാറ്റർഡേ രാത്രി ഉറങ്ങാതെ 600 കിലോമീറ്റർ, 1000 കിലോമീറ്റർ ഒക്കെ സ്തോത്രം റോഡിലൂടെ, ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്ത് വന്ന്, ഈവൻ 1500 പഞ്ചാബൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരമാണല്ലോ, ഡൽഹിയോ ഒത്തിരി ദൂരം ഉണ്ടല്ലോ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന, ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് വന്നാണ് പകുതി അടഞ്ഞ കണ്ണിൽ നമ്മൾ ശുശ്രൂഷിക്കാറുള്ളത്. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ സന്നിധിയിൽ എത്രത്തോളം നിങ്ങൾ ഇരിക്കുന്നോ അതും ലോകം പറയും വേസ്റ്റ് എന്ന് പറയും, പക്ഷേ സ്വർഗം അത് തെളിയിക്കും. ജീവിതം വേസ്റ്റ് അല്ല. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ ടൈം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം ചിലവഴിച്ചാട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മുൻപിൽ ശബ്ദിക്കുന്നതല്ല, മനുഷ്യൻ്റെ മുൻപിൽ ശബ്ദമിടുന്നതല്ല. ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സിംഹാസനത്തെ സ്പർശിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സിംഹാസനത്തെ സ്പർശിക്കുന്നതാണ് ആരാധന. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ താഴേട്ട് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ
അവിടെ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ആരാധന വെളിപ്പിടിക്കണം. 6:3 മുതൽ വായിക്കാം നമുക്ക്. 6:3, ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളെ യഹോവ. ഇവിടെ ഇതാ സെറാഫുകളെ കുറിച്ച് പറയുക. സൈന്യങ്ങളെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ, ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം ദൈവ സാന്നിധ്യമാകുന്ന ആ പുക കൊണ്ട് നിറഞ്ഞു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, സ്തോത്രം, എൻ്റെ ജീവിതത്തെ ദൈവ സാന്നിധ്യത്താൽ ദൈവം നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നിറയുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളുടെ ക്യാൻസറുകൾ മാറിയും, നിങ്ങളുടെ കൊറോണകൾ മാറും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങും. ഹല്ലേലൂയ. ചില സമയത്ത് ഇന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങളുടെ പ്രേയർ റിക്വസ്റ്റ് അയച്ചാട്ടെ, വി വിൽ പ്രേ ഫോർ യു. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ യഥാർത്ഥ ആരാധനയുടെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ചിലപ്പോൾ ഇന്റർസെഷൻ പോലും ആവശ്യമില്ല. ബിക്കോസ് ഗോഡ്ലി ഇന്റർവെൻഷൻ നടക്കുമ്പോൾ, ഗോഡ്ലി ഇന്റർവെൻഷൻ നടക്കുമ്പോൾ അവിടെ ഇന്റർസെഷന്റെ ആവശ്യം പോലുമില്ല. അത് തരണമേ, ഇത് തരണമേ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം പപ്പ വന്നു കഴിഞ്ഞാൽ ചോക്ലേറ്റ് ചോദിക്കേണ്ട കാര്യമില്ല. നിറഞ്ഞ കലവറയുമായി പപ്പ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇന്ന് മാത്രമല്ല, നാളെ മാത്രമല്ല, എന്നത്തേക്കും ആവശ്യമുള്ള സകലതും എൻ്റെ അപ്പൻ്റെ കലവറയിലുണ്ട്. ഞാൻ മനുഷ്യന്റെ മുൻപിൽ തലകുനിക്കാൻ, കൈ നീട്ടുവാൻ അവൻ സമ്മതിക്കയില്ല. ഖമാൻ, ആരാധന ഉയരട്ടെ ഇൻ ജീസസ് നെയിം. വീണ്ടും 5-ാം വാക്യം മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നു, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ. നോക്ക്, യഥാർത്ഥ ആരാധനയുള്ളവൻ സ്വന്തം കുറ്റങ്ങളെ കണ്ടുപിടിക്കത്തേയുള്ളൂ. ആരാധിക്കാത്തവനാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. ആര് മറ്റുള്ളവരെ കുറ്റം നിങ്ങളോട് പറയുന്നു, ഉടനെ അവനോട് നേരിട്ട് കാണാൻ പറ്റത്തില്ല, ഫോണിലല്ലേ കാണാൻ പറ്റത്തുള്ളൂ. ആര് വേറൊരുത്തൻ്റെ കുറ്റം പറയുന്നു, ഉടനെ തന്നെ ചോദിക്കണം, എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഇന്ന് ആരാധിച്ചില്ല അല്ലേ, ഈയിടെയായി ആരാധിക്കാറില്ല അല്ലേ. ആരാധിക്കുന്നവൻ സ്വന്തം കുറ്റം കണ്ടുപിടിക്കത്തേയുള്ളൂ, സ്വന്തം കുറ്റം കണ്ടുപിടിച്ചവൻ തിരുത്തത്തേയുള്ളൂ. വീണ്ടും 6-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ, യെശയ്യാ 5:6. അപ്പോൾ സെറാഫുകൾ, ഓക്കെ, അത് വീണ്ടും ഞാൻ ആരെ അയക്കേണ്ടു എന്ന് കർത്താവ് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. 8-ാം വാക്യം, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടു. ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴാണ് കേട്ടത്? വീണ്ടും അതിനു വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത്. ആരാധനയിലാണ് ദൈവ ശബ്ദം മുഴങ്ങുന്നത്. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ എന്തുണ്ടായിരിക്കണം? സ്തുതി വേണം, സ്തോത്രം വേണം. അതിൻ്റെ ഫൈനലി എന്തുണ്ടായിരിക്കണം? ആരാധനയിൽ അവസാനിക്കണം. കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്തുതി വേണം, സ്തോത്രം വേണം, ആരാധനയിൽ അവസാനിക്കണം. ആരാധനയിൽ നിങ്ങൾ എന്തോ കേൾക്കും, അതുവരെ കേട്ടിട്ടില്ലാത്ത ദൈവ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. വീണ്ടും വെളിപ്പാട് പുസ്തകം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിൻ്റെ പുതിയ നിയമ വേർഷൻ തന്നെ നിങ്ങൾക്ക് വീണ്ടും കാണുവാൻ ഗുണം കഴിയുന്നു. അവിടെയും സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിൽ അതേ കർത്താവിൻ്റെ സന്നിധിയിൽ 4-5 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ സ്വർഗീയ ആരാധന ദൈവത്തിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുകയാണ്. സ്വർഗീയ ആരാധന കർത്താവിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുകയാണ്. നിങ്ങൾ നോക്കണമേ, 4-5 അധ്യായം വായിക്കുമ്പോൾ അവിടെ 14 പ്രാവശ്യം എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, ത്രോൺ, സിംഹാസനം. 14 പ്രാവശ്യം എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, സിംഹാസനം. സിംഹാസനം, സ്തോത്രം. അതേത് അധ്യായം മക്കളെ? ഹല്ലേലൂയ. അതെ, 4-ാം അധ്യായത്തിൽ 4-ാം അധ്യായം, 14 പ്രാവശ്യം എഴുതിയിരിക്കുന്ന ഒരു പദമാണ് സിംഹാസനം. 14 പ്രാവശ്യം എഴുതിയിരിക്കുന്നതാണ് സിംഹാസനം. സോ ആരാധിക്കുമ്പോൾ സംഭവിക്കുന്നത് കർത്താവ് തൻ്റെ ദൂതനെ അയക്കുകയല്ല, അവൻ്റെ സിംഹാസനം തന്നെ, അവൻ്റെ സാന്നിധ്യം തന്നെ നമ്മുടെ മധ്യത്തിൽ സ്തോത്രം ഇറങ്ങി വസിക്കുകയാണ്. ഹല്ലേലൂയ. നിൻ സാന്നിധ്യം മതി എന്ന് പറഞ്ഞ് നമ്മൾ പാടുമ്പോൾ സിംഹാസനസ്ഥനായ കർത്താവിൻ്റെ തിരു സാന്നിധ്യം അവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഇൻ ജീസസ് നെയിം. അവിടെ വേദപുസ്തകം പറയുന്നു, 5-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ യെശയ്യാ പ്രവചനത്തിൽ കാണുന്ന അതേ പദം തന്നെ ആവർത്തിച്ച് പറയുന്നില്ലേ? സ്തോത്രം, ഞാൻ ആരെ അയക്കേണ്ടു. അവിടെ നോക്കണമേ, സ്തോത്രം, കർത്താവിൻ്റെ സന്നിധിയിൽ അവിടെയും നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. സ്തോത്രം, അതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ശബ്ദം കാണുകയാണ്. എല്ലാം കാണാൻ ഗുണം കഴിയും. എല്ലാം 5-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. സ്തോത്രം, 5-ാം അധ്യായം 5-ാം വാക്യം. 5-ാം അധ്യായം ഐ തിങ്ക് അതിൻ്റെ സ്തോത്രം 2-ാം വാക്യം മുതൽ നമുക്ക് താഴേക്ക് വായിക്കാം. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. അവിടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തെ തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആരെയും കണ്ടില്ല. അപ്പോൾ അതുവരെ ആ പുസ്തകത്തിൻ്റെ വഴി പോയ ഒത്തിരി പേരുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്,
യോസെഫ്, മോശ, ഏലിയാവ്, എലീശ, അനുമോ, എല്ലാവരെയും മുമ്പിൽ നോഹ, ദാവീദ്, ദാനിയേൽ, അങ്ങനെ ഒത്തിരി പേർ അതുവഴി കടന്നുപോയി. അവർക്കാർക്കും ഈ പുസ്തകം തുറക്കാനോ നോക്കാനോ പുസ്തകം തുറന്ന് വായിപ്പാനോ അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണാത്തത് കൊണ്ട് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ കരഞ്ഞു. ആരെയും കാണാത്തത് കൊണ്ട് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാകുന്ന യോഹന്നാൻ കരഞ്ഞു. അയ്യോ, ആരും ഇല്ലല്ലോ, സ്തോത്രം, ആരും ഇല്ലല്ലോ എന്ന് കരഞ്ഞു. സ്നേഹത്തിൻ്റെ അപ്പോസ്തലന്മാർ കരയും. സ്നേഹത്തിൻ്റെ അപ്പോസ്തലന്മാർക്ക് കരച്ചിലുണ്ടായിരിക്കും. അപ്പോൾ കരഞ്ഞപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, 5-ാം വാക്യം, കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ മൂപ്പൻ്റെ സാക്ഷ്യം നോക്കണമേ. യഹൂദ ഗോത്രത്തിലെ സിംഹം, ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. യഹൂദ ഗോത്രത്തിലെ സിംഹം, സ്തോത്രം, ആ പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിച്ചിരിക്കുന്നു. സോ വിക്ടറി സ്റ്റാൻഡിൽ ആര് നിൽക്കുന്നു? യഹൂദ ഗോത്രത്തിലെ സിംഹം നിൽക്കുകയാണ്, ജയിച്ച് നിൽക്കുകയാണ്. പഴയ നിയമത്തിൽ ജീവിച്ചിരുന്നതായ ഒരു പുരോഹിതനും പ്രവാചകനും ന്യായാധിപന്മാർക്കും അതേ ഗോത്രപിതാക്കന്മാർക്കും ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് യഹൂദ ഗോത്രത്തിലെ സിംഹം ഇതാ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ സിംഹത്തെ കാണാൻ ഇതാ യോഹന്നാൻ തിരിഞ്ഞു. ആ സിംഹത്തെ കാണാനായി യോഹന്നാൻ തിരിഞ്ഞപ്പോൾ സിംഹത്തെ അല്ല കണ്ടത്. ഞാൻ സിംഹത്തിൻ്റെയും 4 സിംഹാസനത്തിൻ്റെയും, ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ കാണാൻ തിരിഞ്ഞത് ജയിച്ച് നിൽക്കുന്ന ജയിച്ച് നിൽക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹത്തെയാണ്. പക്ഷെ കണ്ടത് ദ ലാം ഹു വാസ് സ്ലെയിൻ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് കണ്ടത്. സഹോദരങ്ങളെ, അവൻ ജയിച്ച് നിൽക്കുമ്പോൾ സിംഹം തന്നെയാണ്, there is no doubt. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അതിനർത്ഥം മനുഷ്യൻ്റെയും സാത്താൻ്റെയും മുൻപിൽ നിങ്ങൾ ജയിച്ച് നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ മറന്നു പോകല് നിങ്ങൾ മുറിവേറ്റതായ ഒരു പോരാളിയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ നല്ല പാട്ടുകാരായിരിക്കാം, നിങ്ങൾ നല്ല പ്രാസംഗികനായിരിക്കാം, നിങ്ങൾ നല്ല നല്ല വിശ്വാസിയായിരിക്കാം, നിങ്ങൾക്ക് പല ഡെസിഗ്നേഷൻസ് ഉണ്ടായിരിക്കാം, പല ടൈറ്റിലുകളിൽ നിങ്ങൾ അറിയപ്പെടുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പല വീര ശൂര പരാക്രമങ്ങൾ ഒക്കെ നിങ്ങളെക്കുറിച്ച് അനേകർ പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് ഒരു സൈഡ് മാത്രമാണ്. മറ്റൊരു സൈഡ് ദൈവം പറയും, മക്കളെ, നിൻ്റെ മുറിവുകൾ എനിക്കറിയാം, നിൻ്റെ പാടുകൾ എനിക്കറിയാം, നീ എവിടെയൊക്കെ രക്തമൊഴുക്കിയെന്ന് എനിക്കറിയാം, നീ എവിടെയൊക്കെയാണ് അടി കൊണ്ടത് എന്ന് എനിക്കറിയാം, നീ എവിടെയാണ് സ്റ്റംബിൾ ചെയ്തത്, എവിടെയൊക്കെയാണ് നീ വീണത്, എവിടെയൊക്കെയാണ് നീ കരഞ്ഞത്, എവിടെയൊക്കെയാണ് നീ ഉപവസിച്ചത്, നിനക്കോലും അറിയത്തില്ല. എത്ര ദിവസം ഉപവസിച്ചറിയോ? എത്ര തുള്ളി കണ്ണുനീർ നിൻ്റെ കണ്ണിൽ നിന്ന് വന്നറിയോ? എത്ര പ്രാവശ്യം നിന്ദിക്കപ്പെട്ടു, എത്ര പ്രാവശ്യം അവാദം കേട്ടു, നിനക്കറിയോ? അറിയത്തില്ല. പക്ഷേ ധൈര്യമായിരിക്കുക. കണക്കിനെ പഠിച്ചവനല്ല, കണക്കിനെ ചമച്ചവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെക്കുറിച്ചുള്ള ഒരു കണക്കുണ്ട്. അതുകൊണ്ട് ഏത് തീയിലൂടെ നിങ്ങൾ പോയാലും ആ ദൈവത്തിൻ്റെ കണക്ക് കൂട്ടൽ ഒരിക്കലും തെറ്റത്തില്ല. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പോലുമുള്ളതായ കണക്ക് കൂട്ടൽ പലപ്പോഴും തെറ്റിക്കാണും. നീ പോലും പറഞ്ഞു കാണും, ഇനി മുന്നോട്ടില്ല, ഇനി ജീവിതമില്ല, ഇനി വിഷക്കുപ്പിയിൽ തീരും, ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. പക്ഷേ ഇന്ന് രാത്രിയിലും ദൈവം സിംഹാസനത്തിൽ തന്നെയുണ്ട്. ദൈവം സിംഹാസനത്തിലുള്ളത് കൊണ്ടാണ് വേറെ ആർക്കും കഴിയാത്തത്. ഈ കുഞ്ഞാടിലൂടെ ദൈവം സ്ഥാപിച്ചെടുത്തിട്ട് അവനെ യഹൂദ ഗോത്രത്തിലെ സിംഹം ആക്കി തീർത്തത്. സോ ആ യേശു കർത്താവിനെ മാനിച്ചവനായ ദൈവം നിൻ്റെ ദൈവമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു സെൻറ്റൻസ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അത്രയും 24 മൂപ്പന്മാരുണ്ട്, കെരൂബുകളുണ്ട്, സെറാഫുണ്ട്, എണ്ണിക്കൂടാത്ത വലിയ അതേ ദൂത സഞ്ചയമുണ്ട്. പക്ഷേ എല്ലാ കോണിൽ നിന്ന് ആരാധന വരികയാണ്. ഈ ഭൂമിയേക്കാൾ 10,000 മടങ്ങല്ല, അതിനേക്കാൾ വലിപ്പമുള്ള സ്ഥലമാണ് സ്വർഗം. ഒരിക്കൽ കൂടെ, ഈ ഭൂമിയേക്കാൾ 10,000 മടങ്ങല്ല, ലക്ഷോപലക്ഷം, ചിലപ്പോൾ കോടാനു കോടി വലിപ്പമുള്ള ഒരു ഭയങ്കര സ്ഥലമാണ് സ്വർഗം. പക്ഷേ അതിൻ്റെ സെൻട്രൽ നിൽക്കുന്ന ഒരുവനുണ്ട്. നമ്മുടെ ലൈഫിൻ്റെ സെൻട്രലിലും അവനായിരിക്കണം. ഹല്ലേലൂയ.
നമ്മുടെ ലൈഫിൻ്റെ സെൻട്രൽ ക്രൈസ്റ്റ് ആയിരിക്കണം. ക്രൈസ്റ്റ് സെൻറ്ററിൽ നിങ്ങളല്ലെങ്കിലും, നിങ്ങൾ കൊച്ചിയിലോ കോട്ടയത്തോ ഐ വോണ്ട് കെയർ, പക്ഷേ ക്രൈസ്റ്റ് നിങ്ങളുടെ സെൻറ്ററിൽ ഉണ്ടായിരിക്കണം എന്നത് എനിക്ക് നിർബന്ധമാണ്. ക്രൈസ്റ്റ് നിങ്ങളുടെ സെൻറ്ററിൽ ഉണ്ടായിരിക്കണം. ക്രൈസ്റ്റ് നിങ്ങളുടെ സെൻറ്ററിൽ വേണം. ക്രിസ്തു നിങ്ങളുടെ സെൻറ്ററിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ സ്ഥാനം പണമോ പ്രസിദ്ധിയോ അറ്റൻഷനോ ആരവാരങ്ങളോ വേറെ ഒന്നുമല്ല. എന്നും എൻ്റെ സെൻറ്ററിൽ ആരായിരിക്കണം? യേശു തന്നെ ആയിരിക്കണം.